ഇപ്പോൾ നമ്മൾ ഈ യൂറോപ്പിലെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമാന സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ ഇന്ത്യയിൽ പണ്ട് നടന്നു പോയിട്ടുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹമീദ് ചേന്നമംഗലൂർ എന്ന് പറയുന്ന വളരെയധികം പ്രഭാഷണങ്ങളൊക്കെ നടത്തി TV ചർച്ചകളിലൊക്കെ നിരന്തരം നമ്മൾ കാണാറുള്ള ആ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പ്രഭാഷണം അത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഇതിനോട് ചേർക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തു. അതേപോലെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതും ചെയ്യാം. വേറെ ഒന്നുകൊണ്ടല്ല, പറഞ്ഞ് നമ്മൾ മടുത്തിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ ഇതുപോലെ പറയേണ്ടി വരുമ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ചില സ്വതന്ത്ര ചിന്തകർ തന്നെയാണ് എന്നും കൂടി വരുമ്പോൾ നമുക്ക് ഇത് ചില കാര്യങ്ങൾ പറയാതെ പറ്റില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശ്വനാഥൻ ഡോക്ടറെ പോലെയൊക്കെയുള്ള ആൾ, ഞാൻ പേരെടുത്ത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വിഷയം നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം ഒറ്റവാക്കി പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയത എങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിവെക്കുന്നത് എന്ന ഒരൊറ്റ വിഷയം അത് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അതിൽ ഈ ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഏത് പക്ഷമാണ് എന്ന് നിങ്ങളിപ്പോൾ വല്ല കൊങ്ങിണികളോ അതല്ലെങ്കിൽ വല്ല പാഴ്സികളോ അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജൂതന്മാരൊക്കെ ഇങ്ങനെ നോക്കി എന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, മുസ്ലിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമ്മൾ കാര്യമായിട്ട് പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനിയും പറയും. കാരണം അതിൻ്റെ ലക്ഷണങ്ങളും ആ സംഗതി എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തെമ്പാടും നമ്മൾ കാണാനിട വരുമ്പോൾ നമുക്കത് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ ചാനലുകളിൽ പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ചാനലിനെ നിങ്ങൾ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ ഹമീദ് ചേന്നമംഗലൂരിൻ്റെ ഏതാണ്ട് ഒരു 10-50 മിനിറ്റോളം നീളമുള്ള ഒരു പ്രസംഗമാണ്. അത് നമ്മൾ വിശദമായിട്ട് കേൾക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് അതങ്ങനെ പ്ലേ ചെയ്യുന്നത്. എന്തായാലും നമ്മളുടെ ഫ്രീ തിങ്കേഴ്സ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് യൂട്യൂബിൽ നിന്നാണ് ഞാനത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ കോപ്പിറൈറ്റ് അടിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇത് കേൾക്കേണ്ടതായതുകൊണ്ട് 5-8 വർഷം പഴക്കമുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരാം എന്നും കൂടിയാണ് ഇവിടെ വിചാരിക്കുന്നത്. അത് നമുക്ക് സാവധാനം കേട്ടുപോകാം. അതിലെന്തെങ്കിലും കാര്യങ്ങൾ ചേർത്ത് പറയാനുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചേർത്ത് പറയാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ വർഗീയ പാർട്ടികളും എല്ലാ ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ശുദ്ധ സംസ്കാരവാദികളാണ്. RSS ഹിന്ദുത്വവാദികൾ ശുദ്ധ ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുക. ഇസ്ലാമിസ്റ്റുകൾ ശുദ്ധ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുക. ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള സാമ്യം അതുകൂടി കൂട്ടത്തിൽ പറയേണ്ടതാണ്. എന്നുവെച്ചാൽ ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള സാമ്യം, ആശയതലത്തിലുള്ള സാമ്യം. ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും അവിടെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. RSSൻ്റെ പരമമായ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കൽ, ഇസ്ലാമിസ്റ്റുകളുടെ പരമമായ ലക്ഷ്യം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ അവർ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും തള്ളിക്കളയുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടുവിൽ വാസ്തവത്തിലില്ല, അവരുപയോഗിക്കുന്നുണ്ടെങ്കിലും. കാരണം ജനാധിപത്യം സാധ്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു മതരാഷ്ട്രത്തിൽ മതങ്ങൾക്കതീതമായ മതാതീതമായ മതേതരമായ ജനാധിപത്യം സാധ്യമല്ല. അതുപോലെ മതനിരപേക്ഷതയും സാധ്യമല്ല. അതുകൊണ്ടാണ് ഗോൾവൽക്കർ പറഞ്ഞത് മതനിരപേക്ഷത എന്നത് അഭാരതീയ സങ്കല്പമാണ് എന്ന്. അത് ഇന്ത്യൻ ഭാരതീയ സങ്കല്പമല്ല, അഭാരതീയ സങ്കല്പമാണ്. മതനിരപേക്ഷത അഭാരതീയ സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മതനിരപേക്ഷ ജനാധിപത്യം, സെക്യുലർ ഡെമോക്രസി അഭാരതീയമായ സങ്കല്പമാണ്, അത് ഇന്ത്യൻ സങ്കല്പമല്ല. അതാണ് RSSൻ്റെ ഒരു വാദം. മറുവശത്ത് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ആശയമാണ്. അത് പാശ്ചാത്യമായ ആശയമാണ്. ജനാധിപത്യവും മതനിരപേക്ഷതയും പാശ്ചാത്യമാണ്. ജനാധിപത്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. പരമാധികാരം ജനങ്ങൾക്ക് നൽകുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ്. പരമാധികാരം നൽകേണ്ടത് ദൈവത്തിനാണ്, അള്ളാഹുവിനാണ്. പരമാധികാരം അള്ളാഹുവിന് നൽകപ്പെടണം, ജനങ്ങൾക്ക് പരമാധികാരം നൽകപ്പെട്ടുകൂടാ.
അതുകൊണ്ട് പരമാധികാരം ജനങ്ങൾക്ക് നൽകുന്ന ജനാധിപത്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പറയേണ്ടി വരുന്നത്, ഇപ്പോൾ ഈ സെക്കുലറിസം അതുപോലെ തന്നെ ഡെമോക്രസി തുടക്ക കാലഘട്ടങ്ങളിൽ സംഘപരിവാർ അല്ലെങ്കിൽ RSSകാരെ സംബന്ധിച്ചിടത്തായാലും ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് പറയുന്നത് ഉണ്ടെങ്കിലും അവിടെ രണ്ടിടത്തും പറഞ്ഞ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. അതിൽ വലിയ മാറ്റം പിൽക്കാലത്തുണ്ടായി എന്നതാണ് ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അതായത് ഈ പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്ന വിഷയത്തെ കാലക്രമേണ അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ മാറുന്നു. അതാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് ഇവിടുത്തെ സംഘപരിവാർ മാറി, ഒരു പരിധിവരേക്കെങ്കിലും മാറി. ഇന്നും അത് ഉൾക്കൊള്ളാത്ത ചില ആളുകൾ അതിനകത്ത് കാണുമായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടബിലിറ്റി ഫാക്ടർ കൊണ്ട് നടക്കുന്ന അതിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകളും അതിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഫസ്റ്റ് ലൈൻ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർ പൂർണ്ണമായിട്ടും ഒരു പാർലമെൻ്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന അതാണ് വേണ്ടത് എന്ന് പറയുന്ന ആളുകളായിട്ട് മാറുന്നു. എന്നാൽ ഇവിടെ ഇസ്ലാമിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ, അവർ ഒരുപാട് കാലം അത് പറ്റില്ല, ഹുക്കുമത്തെ ഇലാഹി, നമ്മളെ സിമിയൊക്കെ പറഞ്ഞിരുന്ന പോലെ, നേരത്തെ നമ്മൾ ആ തുടക്കത്തിലെ വീഡിയോയിൽ കണ്ട പോലെ ശരിയ ഫോർ UK എന്ന് പറഞ്ഞ പോലെ, ഇപ്പോഴും ഇന്ത്യയുടെ വിമോചനം അത് ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലിഫേറ്റ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും 2047 ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ നടക്കുമ്പോഴും അവരിപ്പോഴും അത് വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിപ്പോഴും കൊണ്ടു നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്, അത് സെക്യുലറിസത്തിനുള്ള വിരുദ്ധത തന്നെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അവിടെയാണ് ആ വ്യത്യാസം. അപ്പോൾ എന്തുകൊണ്ടാണ് സംഘപരിവാറുകാർക്ക് അത് മാറാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി അതല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് മാറ്റാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം സംഘപരിവാർ കൊണ്ടു നടക്കുന്ന ആശയം അത് എന്തു തന്നെയായാലും, അതിന് മതം അതിൻ്റെ 7 അയലത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നെങ്കിൽ പോലും അത് മനുഷ്യന്മാരുണ്ടാക്കിയ സാധനങ്ങളാണ്. അതിനെ തിരുത്താൻ കുറച്ച് മനുഷ്യന്മാർ പിൽക്കാലത്ത് വരുമ്പോൾ അവർക്ക് ഒന്ന് തീരുമാനിക്കുകയാണ്, ഓക്കെ നമുക്ക് മാറണം എന്നവർ വിചാരിച്ചാൽ അത് മാറ്റാൻ കഴിയും. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതങ്ങനെ മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് വാദിക്കുന്നത് അതങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകുന്ന ഒരു സാധനമല്ല, ആക്കാൻ പാടില്ല. അങ്ങനെ ആക്കിയാൽ തന്നെ ഇതെല്ലാം കാണാപ്പടം ആയിട്ടുള്ള സാധനമായതുകൊണ്ട് അതങ്ങനെ മാറ്റാൻ പാടില്ല, മാറ്റാൻ സാധിക്കുകയില്ല, വള്ളി പുള്ളി തെറ്റാതെ കൊണ്ടു നടക്കും, അതിൻ്റെ ആശയം പ്രിസർവ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആളുകളും വിശ്വാസവും ആയതുകൊണ്ട് അതിനെ മാറ്റാൻ സാധിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ ഒരു കാര്യം. എന്നാലും നമ്മൾ ഈ ഏറ്റവും ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വേദിയിൽ നടന്നിട്ടുള്ള ഒരു അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കണ്ടു. അതിൽ പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചത്. ഒന്ന്, ജനാധിപത്യത്തെ നമ്മൾ ഇനി ഉൾക്കൊള്ളണം എന്നത് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചത്. 2, ജുഡീഷ്യറി അതുപോലെ ഇലക്ഷൻ അതിനകത്ത് പങ്കെടുക്കുന്നത്, ജുഡീഷ്യറിയെ നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നത്, അതിനെ ഉപയോഗിക്കുന്നത് അതിനൊന്നും വിലക്കില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ ഏറ്റവും ഒടുവിൽ മാറി. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മാറാതെ ഇരുന്നാൽ ഇനി കാര്യങ്ങൾ നടക്കില്ല എന്ന് മാത്രമല്ല, അടുത്തത് ഇന്ത്യയിൽ നിരോധിക്കപ്പെടാൻ പോകുന്നൊരു സംഘടനയുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും എന്നാണ് നമ്മളന്ന് നിരീക്ഷിച്ചത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ നിരോധിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പരുവപ്പെടുക എന്നതാണ്. ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച്, ജനാധിപത്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഇതുപോലുള്ള സെക്യുലർ മൂല്യങ്ങൾക്ക് അനുസരിച്ച് ആ തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന തലത്തിലേക്ക് ഏത് വലിയ കൊലകൊമ്പൻ ഇസ്ലാമിക പാർട്ടിയാണെങ്കിലും അത് മാറിയേക്കുക എന്നതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പല മാറ്റങ്ങളും അത്തരത്തിലുള്ളത് മാറ്റിയത് എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് ഒന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോഴും ഖുർആനിൽ ഇപ്പോഴും ജനാധിപത്യ വിരുദ്ധതയും ഖുർആനിൽ ഇപ്പോഴും ആ സെക്യുലറിസത്തിനെതിരെയുള്ള കാര്യങ്ങളും തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഗസ്വായ ഹിന്ദ് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ മുസ്ലിമിൻ്റെ ആത്യന്തികമായിട്ട് ഉള്ള ഒരു ലക്ഷ്യമായിട്ട് അവർ അവരുടെ അന്തരംഗങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആചാര്യനായ മൗലാന മൗദൂദി എഴുതിയ പുസ്തകത്തിൽ അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നുണ്ട്, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം എന്നീ ആശയങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്ന്. RSSന് ഈ പറയുന്ന മതനിരപേക്ഷത പറ്റില്ല, ജനാധിപത്യം പറ്റില്ല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിസ്റ്റുകൾക്കും അത് പറ്റില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ്, ഇവിടെ ഈ 2 കൂട്ടരും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധ സംസ്കാരവാദം മുന്നോട്ട് വെക്കുന്നു. ശുദ്ധമായ ഒരു ഹൈന്ദവ സംസ്കാരമുണ്ടോ? ശുദ്ധമായ ഇസ്ലാമിക സംസ്കാരമുണ്ടോ? ഏതെങ്കിലും മതത്തിന് ശുദ്ധമായ സംസ്കാരം അവകാശപ്പെടാൻ പറ്റുമോ? ലോകത്ത് ഒരിടത്തും ശുദ്ധ സംസ്കാരമെന്ന ഒരു പ്രതിഭാസമില്ല. കാരണം എല്ലാ സംസ്കാരങ്ങളും ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ പരസ്പരം കൂടിക്കലരുന്നു.
ഹിന്ദു സംസ്കാരവും മുസ്ലിം സംസ്കാരവും ക്രൈസ്തവ സംസ്കാരവും അങ്ങനെ എല്ലാ സംസ്കാരങ്ങളും പരസ്പരം കൂടിക്കലർന്ന് മിശ്രിത സംസ്കാരമാണ് എല്ലായിടത്തുമുള്ളത്. ഭാഷയിൽ പോലും അതില്ല. ഇപ്പോൾ ഭാഷയെപ്പറ്റി ചിലരൊക്കെ പറയാറുണ്ട്, ശുദ്ധമായ ഭാഷാ സംസ്കാരമുണ്ട്, ശുദ്ധമായൊരു മലയാള ഭാഷാ സംസ്കാരമുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മുടെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് പദങ്ങൾ മറ്റു ഭാഷകളിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇന്നും നമുക്ക് എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ മൈക്കിന് തത്തുല്യമായൊരു പദം മലയാളത്തിലുണ്ടോ? നമ്മളൊക്കെ സഞ്ചരിക്കുന്ന ബസ്സിന് തത്തുല്യമായൊരു പദം മലയാളത്തിലുണ്ടോ? എന്തിന് എത്രയോ പേർഷ്യൻ വാക്കുകൾ, എത്രയോ അറബി വാക്കുകൾ, എത്രയോ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മുടെ മലയാളം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന, ഇപ്പോൾ BJP സർക്കാർ പോലും ഉപയോഗിക്കുന്ന സർക്കാർ എന്ന പദം, ഭാരത് സർക്കാർ എന്ന പദം പേർഷ്യനാണ്. പേർഷ്യൻ ഭാഷയിൽ നിന്ന് കടം കൊണ്ടതാണ് നമ്മൾ ഇന്ത്യക്കാർ. താലൂക്ക്, കച്ചേരി, തഹസിൽദാർ, അതുപോലെ ഗുമസ്തൻ, ഗുണ്ട, ജിലേബി, ഒരുപാട് വാക്കുകൾ, ഇതൊക്കെ ഒന്നുകിൽ പേർഷ്യൻ അല്ലെങ്കിൽ ഉറുദു അല്ലെങ്കിൽ അറബി സംസ്കാര ഭാഷകളിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്. ഇന്ന് ശുദ്ധമായ ഭാഷാ സംസ്കാരം പോലുമില്ല. അപ്പോൾ ശുദ്ധമായ സംസ്കാരം എന്നൊന്നില്ല. പക്ഷേ ശുദ്ധമായൊരു സംസ്കാരമുണ്ട് എന്ന ഒരു ധാരണയുടെ പേരിലാണ് സാംസ്കാരിക സ്വത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ പല പാർട്ടികളും സംസാരിക്കുന്നത്. ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഒരു പ്രത്യേക സ്വത്വം, അങ്ങനെയാണ് സ്വത്വ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. അതായത് ഓരോ ജനവിഭാഗത്തിനും അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സ്വത്വമുണ്ട് എന്നും അതാണ് സ്വത്വം, അവരുടെ സ്വത്വം എന്നുമുള്ള കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് അങ്ങേയറ്റം ബാലിശമാണ്, അങ്ങേയറ്റം അബദ്ധമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വത്വം എന്താണ്? പ്രധാനമന്ത്രിക്ക് ഹിന്ദു സ്വത്വം മാത്രമാണോ ഉള്ളത്? നമ്മുടെ പ്രധാനമന്ത്രിക്ക് 8-10 സ്വത്വങ്ങളെങ്കിലുമുണ്ട്, മറ്റെല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരസ്ത്യനാണ്. ഹീ ഈസ് നോട്ട് എ വെസ്റ്റേണർ, ഹീ ഈസ് എൻ ഈസ്റ്റേണർ. പൗരസ്ത്യനാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കൊരു പൗരസ്ത്യ സ്വത്വമുണ്ട്. നരേന്ദ്രമോദി ഏഷ്യക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഏഷ്യൻ സ്വത്വമുണ്ട്. അദ്ദേഹം ഭാരതീയനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാരതീയ സ്വത്വമുണ്ട്. അദ്ദേഹം ഹിന്ദുവാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിന്ദു സ്വത്വമുണ്ട്. ഹിന്ദു സ്വത്വത്തിന് മുമ്പ് അദ്ദേഹം ഗുജറാത്തിയാണ്, അതുകൊണ്ടൊരു ഗുജറാത്തി സ്വത്വമുണ്ട്. ഹിന്ദുവാണ്, ഹിന്ദു സ്വത്വമുണ്ട്. ഹിന്ദുവിൽ തന്നെ അദ്ദേഹം അവർണ ഹിന്ദുവാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവർണ ഹിന്ദു സ്വത്വമുണ്ട്. അദ്ദേഹം സസ്യബുക്കാണ് ആണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്വത്വമുണ്ട്. അങ്ങനെ ധാരാളം സ്വത്വം ഒരാൾക്കുണ്ടാവും. നമ്മുടെ APJ അബ്ദുൽ കലാം, മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന് എത്ര സ്വത്വങ്ങളുണ്ട്? ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു പൗരസ്ത്യ സ്വത്വമുണ്ട്, ഒരു ഏഷ്യൻ സ്വത്വമുണ്ട്, ഒരു ഭാരതീയ സ്വത്വമുണ്ട്, ഒരു തമിഴ് സ്വത്വമുണ്ട്, ഒരു മുസ്ലിം സ്വത്വമുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ അദ്ദേഹം സുന്നി മുസ്ലിം ആണെങ്കിൽ സുന്നി മുസ്ലിം സ്വത്വമുണ്ട്. സുന്നി മുസ്ലിങ്ങളിൽ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ ഉപവിഭാഗങ്ങളായിട്ട് പലരും ഉണ്ട്. സുന്നി സംഘടനകളുണ്ട്, കാന്തപുരത്തിൻ്റെ സുന്നി, അവരുടെ സ്വത്വം, മുജാഹിദുകളുടെ സ്വത്വം, ജമാഅത്തെ ഇസ്ലാമികളുടെ സ്വത്വം, അങ്ങനെയൊക്കെ ഉണ്ട്. അനേകം സ്വത്വങ്ങളുണ്ടാകും ഒരാൾക്ക്. അപ്പോൾ ഈ സ്വത്വം, ഒരു സ്വത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള സ്വത്വമാണ് എന്ന് പറഞ്ഞാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഫണ്ടമെൻ്റലിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഈ കാര്യത്തെ കാണുന്നത്. അങ്ങനെ സംസ്കാരത്തെ അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശുദ്ധ സംസ്കാരവാദം ഉന്നയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ദേശീയതയാണ്. ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയാണ് നമ്മുടെ ദേശീയത. ഇന്ത്യൻ ദേശീയത സമം ഹിന്ദു ദേശീയത എന്നാക്കി തീർക്കുന്നു ഹിന്ദുത്വവാദികൾ. ഇന്ത്യൻ ദേശീയത എന്നല്ല പറയേണ്ടത്, ഹിന്ദു ദേശീയത എന്നാണ് പറയേണ്ടത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദു ദേശീയതയുടെയും മുസ്ലിം ദേശീയതയുടെയും ക്രൈസ്തവ ദേശീയതയുടെയും സിഖ് ദേശീയതയുടെയും മറ്റു ഇന്ത്യയിലുള്ള പല മതദേശീയതകളുടെയും അംശം കൂടിക്കലർന്നതാണ്. അതായത് ഒരു കോമ്പസിറ്റ് നാഷണലിസമാണ് നമുക്കുള്ളത്, ഒരു സങ്കര ദേശീയതയുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആ കോമ്പസിറ്റ് നാഷണലിസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് RSS കൾച്ചറൽ നാഷണലിസം എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നു, സാംസ്കാരിക ദേശീയത. മറുഭാഗത്ത് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇസ്ലാമിക സാംസ്കാരികത എന്നൊരാശയവും മുന്നോട്ട് വെക്കുന്നു. ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൾച്ചറൽ നാഷണലിസം അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞാൽ ജനവിഭാഗത്തിൻ്റെ സാംസ്കാരികമായ അതിർത്തിയും രാജ്യത്തിൻ്റെ
ഭൂമിശാസ്ത്രപരമായ അതിർത്തിയും തമ്മിൽ പൊരുത്തം വേണം എന്നാണ്. അതാണ് സാംസ്കാരിക ദേശീയത എന്നതുകൊണ്ട് RSS ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക ദേശീയത കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിയും ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സാംസ്കാരിക അതിർത്തിയും തമ്മിൽ പൊരുത്തം വേണം. വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിനും ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര പരിധിക്കപ്പുറത്ത് നിന്ന് വന്ന ഒരു സംസ്കാരവും പാടില്ല. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മുസ്ലിം സംസ്കാരത്തിൻ്റെ അംശങ്ങൾ പാടില്ല, ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ അംശങ്ങൾ പാടില്ല, മാർക്സിസ്റ്റ് സംസ്കാരത്തിൻ്റെ അംശങ്ങൾ പാടില്ല. കാരണം അതൊക്കെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്ക് അപ്പുറത്ത് നിന്ന് വന്ന സംസ്കാരങ്ങളാണ്. അത് പാടില്ല. അതാണ് കൾച്ചറൽ നാഷണലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് പറഞ്ഞ ഇസ്ലാമിക സാംസ്കാരികത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക സാംസ്കാരികത എന്നത് മുസ്ലിങ്ങൾ ഏത് ദേശത്ത് ജീവിക്കുന്നവരായാലും അവിടെ സംസ്കാരം ഇസ്ലാമിക സംസ്കാരമായിരിക്കണം. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായാലും പാകിസ്ഥാനിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായാലും അമേരിക്കയിലോ റഷ്യയിലോ ചൈനയിലോ ജീവിക്കുന്ന മുസ്ലിങ്ങളായാലും അവരുടെ സംസ്കാരം ഇസ്ലാമിക സംസ്കാരമാണ്. അവരുടെ രാജ്യം ഏതായാലും അവരുടെ സംസ്കാരം മാറില്ല എന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സംസ്കാരവുമായിട്ടല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബന്ധം, നേരെ മറിച്ച് ഇസ്ലാം എന്ന മതവുമായിട്ടാണ്. അതാണ് ഇസ്ലാമിക സംസ്കാരികത. അപ്പോൾ വർഗീയവാദികളും ഫണ്ടമെൻ്റലിസ്റ്റുകളും സംസ്കാരത്തെ ഉപയോഗിക്കുന്നു, ദേശീയത ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ കാര്യം അവർ ഉപയോഗിക്കുന്നത് ചരിത്രം, ഇന്ത്യ ചരിത്രത്തെയാണ്. ഇന്ത്യ ചരിത്രം ഒരുപക്ഷെ ചരിത്രം പഠിച്ച നിങ്ങളിൽ പലരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ത്യ ചരിത്രത്തെ കുറിച്ചുള്ള സമഗ്രമായ പഠനം നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും പ്രാചീന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും പ്രാചീന ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ നടന്നു. പഠനങ്ങൾ നടത്തിയത് ഇന്ത്യക്കാരല്ല, പഠനങ്ങൾ നടത്തിയത് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള യൂറോപ്യന്മാരാണ്. ഈ പറയുന്ന യൂറോപ്യന്മാരെഴുതിയ ചരിത്രമാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളായിട്ട് ആദ്യം രംഗത്ത് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു ജെയിംസ് മിൽ എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം, 3 വാള്യങ്ങളുള്ള ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഈ ചരിത്ര പുസ്തകമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആധികാരികമായ പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെട്ടു വരുന്നത്. 3 ചിന്താധാരകളുണ്ടായിരുന്നു ഈ ചരിത്രകാരന്മാർക്കിടയിൽ. ഒന്ന് ഓറിയൻ്റലിസ്റ്റ് ചിന്താധാര, രണ്ടാമത്തേത് യൂട്ടിലിറ്റേറിയൻ ചിന്താധാര, മൂന്നാമത്തേത് നാഷണലിസ്റ്റ് ചിന്താധാര. ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യവാദികൾ, മാക്സ് മുള്ളർ പോലുള്ള ആളുകളൊക്കെ ഈ ഓറിയൻ്റലിസ്റ്റ് ചിന്താധാരയുള്ളവരാണ്. ഓറിയൻ്റലിസ്റ്റ് ചിന്താധാരയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രാചീന ഭാരതീയ സംസ്കാരം അങ്ങേയറ്റം മഹത്തരമാണ്. ജർമ്മനിയിൽ ജനിച്ച് ഇംഗ്ലണ്ടിൽ ജീവിച്ച് അവിടെ വിദ്യാഭ്യാസം ചെയ്ത് ദീർഘകാലം ഇംഗ്ലണ്ടിൽ ജീവിച്ച മാക്സ് മുള്ളർ തൻ്റെ പേര് പോലും സംസ്കൃതവൽക്കരിച്ചിരുന്നു. മാക്സ് മുള്ളർ എന്നൊരു പകരം അദ്ദേഹം മൊയുക്ഷമുള്ള എന്ന പേര് പോലും സ്വീകരിച്ചിരുന്നു. അത്രയ്ക്ക് ഭക്തിയും ആദരവുമായിരുന്നു മാക്സ് മുള്ളറിന് സംസ്കൃത ഭാഷയോടും അതുപോലെ പ്രാചീന ഭാരതീയ സംസ്കാരത്തോടും. എന്നിട്ട് മാക്സ് മുള്ളറും ഈ പറയുന്ന ഓറിയൻ്റലിസ്റ്റുകളും എന്താ ചെയ്തത്? അവർ പറഞ്ഞു പ്രാചീന ഭാരതീയ സംസ്കാരം അങ്ങേയറ്റം മഹത്തരം, സംഘർഷങ്ങളില്ലാത്ത ഒരു കാൽപ്പനിക സ്വർഗം ഇവിടെ കണ്ടെത്തുകയായിരുന്നു ഈ പറയുന്ന ആളുകൾ. കാരണം 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം നടന്നു, പഴയ ജീവിതം ഇല്ലാതായി, പഴയ സാമൂഹിക ജീവിതം നാഗരിക ജീവിതത്തിന് വഴിമാറി. അതിലൊക്കെ ദുഃഖിതരായ ആൾക്കാരാണ് ഈ പ്രാചീന ഭാരതീയ സംസ്കാരത്തെ കൊണ്ടാടിയത്. അതുപോട്ടെ, ജെയിംസ് മിൽ എന്ന് പറയുന്ന യൂട്ടിലിറ്റേറിയൻ ചരിത്രകാരൻ ഇന്ത്യ ചരിത്രത്തെ 3 ഘട്ടങ്ങളായി വിഭജിച്ചു. ഏത് രാജ്യത്തിൻ്റെ ചരിത്രത്തിനും 3 ഘട്ടങ്ങളുണ്ടാവും. ഒന്ന് പ്രാചീന ഘട്ടം, മറ്റേത് മധ്യകാലഘട്ടം, മൂന്നാമത്തേത് ആധുനിക കാലഘട്ടം. ഈ 3 കാലഘട്ടങ്ങളുണ്ടാവും. അത് ഇന്ത്യയുടേതായാലും ചൈനയുടേതായാലും അമേരിക്കയുടേതായാലും ആഫ്രിക്കയുടേതായാലും മറ്റേത് രാജ്യത്തിൻ്റേതായാലും ഈ 3 കാലഘട്ടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഓക്കെ, ഞാനത് സ്കിപ്പ് ചെയ്യണ്ടല്ലോ അല്ലേ? സ്കിപ്പ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആ പ്രഭാഷണം, വർഗീയതയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്ര ലോകം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അതിലാണ് കിടക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അവിടെ പോയിട്ട് പതിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാം. അതായിരിക്കും ആ ചാനലിലും ഏതെങ്കിലും തരത്തിലൊരു ഗുണം ലഭിക്കുക. ഇനി അതല്ല, ഇവിടെ ഞാനിത് ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിലെ പല ഭാഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും മുഴുവനായിട്ട് ഒറ്റയിരിപ്പിന് കേൾക്കാൻ എനിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഇവിടെ കേൾക്കുന്നു. അതോടൊപ്പം അതിൽ ചില കാര്യങ്ങൾ പറയാം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൂടെ ഇരുത്തി കാണിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ ബാക്കി പ്ലേ ചെയ്യാം. ഓക്കെ. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം എഴുതിയപ്പോൾ ജെയിംസ് മിൽ ഈ കാലഘട്ട വിഭജനത്തിൽ സാമുദായികത കൊണ്ടുവന്നു, അല്ലെങ്കിൽ വർഗീയത കൊണ്ടുവന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രാചീന കാലഘട്ടത്തെ ഹിന്ദു കാലഘട്ടം എന്നാണ് വിളിച്ചത്. ഇന്ത്യയുടെ മധ്യകാലഘട്ടത്തെ അദ്ദേഹം മുസ്ലിം കാലഘട്ടം എന്ന് വിളിച്ചു. ഇന്ത്യയുടെ ആധുനിക കാലഘട്ടത്തെ ക്രൈസ്തവ കാലഘട്ടം എന്നല്ല, ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് വിളിച്ചു ജെയിംസ് മിൽ. പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് AD 1000 BC 1000 തൊട്ട് ഏതാണ്ട് AD 1000 വരെയുള്ള കാലഘട്ടം. അതാണ് ഈ പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത്. AD 1000 തൊട്ട് AD 1800 വരെയുള്ള കാലഘട്ടമാണ് ഈ പറയുന്ന മധ്യകാലഘട്ടം അല്ലെങ്കിൽ മുസ്ലിം കാലഘട്ടം എന്ന് പറയുന്നത്. ഈ പ്രാചീന കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടവിഭജനം, അതായത് ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം എന്ന രൂപത്തിലുള്ള ഘട്ടവിഭജനം, ജെയിംസ് മിൽ നടത്തിയ ഘട്ടവിഭജനം വാസ്തവത്തിൽ ശാസ്ത്രീയമാണോ? അത് ശരിയാണോ? എങ്ങനെയാണ് ജെയിംസ് മിൽ ഈ പ്രാചീന കാലഘട്ടത്തെ ഹിന്ദു കാലഘട്ടം എന്ന് വിളിച്ചത്? രാജ്യം ഭരിച്ച രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ വ്യക്തിപരമായ മതവിശ്വാസം മുൻനിർത്തിയാണ് ജെയിംസ് മിൽ ഈ പറയുന്ന പ്രാചീന കാലഘട്ടത്തെ ഹിന്ദു കാലഘട്ടം എന്ന് വിളിച്ചത്. കാരണം ആ കാലഘട്ടത്തിൽ ധാരാളം ഹിന്ദു ചക്രവർത്തിമാർ നാട് ഭരിച്ചു എന്നതിൻ്റെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ മറ്റൊരു കാലഘട്ടം ഉണ്ടാകേണ്ടതുണ്ട്. BC 500 തൊട്ട് AD 300 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബുദ്ധമത വിശ്വാസികളായ രാജാക്കന്മാർ നാട് ഭരിച്ചിട്ടുണ്ട്. അശോകൻ ബുദ്ധമതം സ്വീകരിച്ച ആളാണ്. അങ്ങനെ പലരും ബുദ്ധമത വിശ്വാസികളായ രാജാക്കന്മാർ നാട് ഭരിച്ചിട്ടുണ്ട്. ഭരിച്ച രാജാക്കന്മാരുടെ മതവിശ്വാസപ്രകാരമാണ് രാജ്യത്തിൻ്റെ ചരിത്ര കാലഘട്ടത്തെ നിർണ്ണയിക്കുന്നതെങ്കിൽ ഒരു ബുദ്ധമത കാലഘട്ടവും ഉണ്ടാകേണ്ടിയിരുന്നു. അത് പക്ഷേ ജെയിംസ് മില്ലിൻ്റെ ചരിത്ര പുസ്തകത്തിലില്ല. കാരണം ഈ പറയുന്ന ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗനിക്കേണ്ട ഒരു സമുദായമല്ല, അതുകൊണ്ട് ഒഴിവാക്കി. അതുപോട്ടെ, ഈ ചരിത്രം ഇങ്ങനെ കാലഘട്ട വിഭജനം നടത്തിയെന്നത് മാത്രമല്ല, മധ്യകാലഘട്ടം മുസ്ലിം ചക്രവർത്തിമാർ നാട് ഭരിച്ച മധ്യകാലഘട്ടം അധപ്പതനത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറഞ്ഞു വെക്കുക കൂടി ചെയ്തു ജെയിംസ് മിൽ. പ്രാചീന കാലഘട്ടം മഹത്തരമായിരുന്നു. ഇവിടെ മുസ്ലിം ആക്രമണകാരികൾ വന്നു, മുസ്ലിം രാജവംശങ്ങൾ വന്നു, അവർ ഭരണം നടത്തി. അതോടുകൂടി ഇന്ത്യ അധപ്പതിച്ചു. ഈ അധപ്പതനത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരെ കരകയറ്റുന്നത്, അവരെ ആധുനികീകരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് എന്ന് സ്ഥാപിക്കുകയാണ് ജെയിംസ് മിൽ ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ വരുന്നു, അവരാണ് ഇന്ത്യയെ ആധുനികീകരിക്കുന്നത്. ഈ മുസ്ലിം പ്രാകൃതന്മാർ ഈ രാജ്യത്തെ അധപ്പതിപ്പിച്ചു എന്നാണ്. ഇതാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ, സ്കൂളുകളിൽ, അതുപോലെ തന്നെ കോളേജുകളിൽ, സർവകലാശാലകളിലൊക്കെ എത്രയോ കാലമായിട്ട് പഠിപ്പിച്ചു പോരുന്നു, ഇപ്പോഴും പഠിപ്പിച്ചു പോരുന്നുമുണ്ട്. ഇതിൽ പറയുന്ന ഈ മധ്യകാലഘട്ടം അധപ്പതനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. മുസ്ലിങ്ങൾ നാട് ഭരിച്ച കാലം, മുസ്ലിം രാജവംശങ്ങൾ നാട് ഭരിച്ച കാലം അധപ്പതനത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമത്തെ കാരണം ഇതാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു. ജെയിംസ് മില്ലിൻ്റെ ചരിത്ര പുസ്തകം വായിച്ചാലും ആ രൂപത്തിൽ എഴുതപ്പെട്ട മറ്റേത് ചരിത്ര പുസ്തകം വായിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു ധാരണയാണിത്. അതായത് 7-8 നൂറ്റാണ്ട് കാലം മുസ്ലിം രാജവംശങ്ങൾ നിലനിന്നപ്പോൾ വ്യാപകമായി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യപ്പെട്ടു. 17 തവണ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു മഹ്മൂദ് ഗസ്നി. അങ്ങനെ ആക്രമിച്ച് ഗസ്നി നശിപ്പിച്ച സോമനാഥ ക്ഷേത്രത്തെയാണ് പിന്നീട് 1940കളിലും 50കളിലും പുനരുദ്ധരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ആക്രമണകാരിയായ മഹ്മൂദ് ഗസ്നി 17 തവണ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു. അങ്ങനെ ഒരുപാട് പേര് മുസ്ലിം ആക്രമണകാരികൾ ക്ഷേത്രങ്ങൾ തകർത്തു. സംഗതി ശരിയാ, മുസ്ലിം ആക്രമണകാരികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. 17 തവണ ഈ സോമനാഥ ക്ഷേത്രം മഹ്മൂദ് ഗസ്നി ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊട്ടേറെ മുസ്ലിം ആക്രമണകാരികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ, ചരിത്രകാരന്മാർ അങ്ങനെ പറയുമ്പോൾ ചില വസ്തുതകൾ അവർ പറയാതിരിക്കുന്നു. അതാണ് പ്രശ്നം. ഈ മുസ്ലിം ആക്രമണകാരികൾ മാത്രമല്ല ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്തത്. ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്തവരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളായ ഭരണാധികാരികളുമുണ്ട്.
ഉദാഹരണമാണ് 11-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ച ഹർഷൻ ഹിന്ദു ക്ഷേത്രങ്ങൾ വ്യാപകമായി കൊള്ള ചെയ്തു. ഹർഷനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യാൻ, ആക്രമിക്കാൻ ഒരു മന്ത്രി പോലും ഉണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നു, ദേവോൽപാദന നായകൻ എന്ന് വെച്ചാൽ ദേവന്മാരെ, വിഗ്രഹങ്ങളെ തകർക്കുന്ന മന്ത്രി. വിഗ്രഹങ്ങളെ തകർക്കാൻ ഒരു മന്ത്രിയെ, ഉദ്യോഗസ്ഥനെ നിർത്തിക്കൊണ്ട് ഹിന്ദു രാജാവായ ഹർഷൻ ഏത് കാരണത്താൽ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുവോ അതേ കാരണത്താൽ തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം ആക്രമണകാരികളും മുസ്ലിം രാജാക്കന്മാരും ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത്. രണ്ട് കൂട്ടരുടെയും താല്പര്യം മതപരമായിരുന്നില്ല, മറിച്ച് സാമ്പത്തികമായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ അക്കാലത്തും ഇക്കാലത്തും സമ്പത്തിൻ്റെ കലവറകളാണ്. ഈ സമ്പത്ത് കവർച്ച ചെയ്യുക, കവർന്നെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സോമനാഥ ക്ഷേത്രം മഹ്മൂദ് ഗസ്നിയും മറ്റു ഒട്ടേറെ ക്ഷേത്രങ്ങൾ മറ്റു മുസ്ലിം രാജാക്കന്മാരും ആക്രമിച്ചത്. അതുപോലെയാണ് ഹർഷനും ആക്രമിച്ചത്. ശുഭദ് വർമ്മൻ എന്ന മറ്റൊരു രാജാവ് ഗുജറാത്ത് ആക്രമിച്ചപ്പോൾ, ഹിന്ദു രാജാവ് ഗുജറാത്ത് ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൈനക്ഷേത്രങ്ങൾ, കാംബയിലുണ്ടായിരുന്ന ജൈനക്ഷേത്രം ഇദ്ദേഹം തകർത്തു. എന്ന് വെച്ചാൽ ആ കാലത്ത് ഒന്നുകിൽ രാജാവ് ഒരു രാജ്യം കീഴടക്കിയതിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തകർക്കുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ സമ്പത്ത് കവരുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വിസ്മരിക്കപ്പെടുന്നു. രണ്ടാമത്തെ ന്യായം എന്താണ്? മതപരിവർത്തനം നടത്തപ്പെട്ടു മധ്യകാലഘട്ടത്തിൽ. തീർച്ചയായും സംഗതി ശരിയാ, ധാരാളം മതപരിവർത്തനം നടന്നു, മതപരിവർത്തനം നടത്തപ്പെട്ടു. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മാറ്റി, മറ്റുള്ളവരും മാറ്റി. ചരിത്ര വസ്തുതകളാണ്. പക്ഷേ ഈ പറയുന്ന മുസ്ലിം രാജാക്കന്മാർ മാത്രമാണോ മതപരിവർത്തനം നടത്തിയത് എന്ന് നാം ആലോചിക്കണം. BC 3-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ച, മൗര്യ സാമ്രാജ്യം ഭരിച്ച അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും തൻ്റെ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ നാട്ടിലെ അനേകം ഹിന്ദുക്കളെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്തു. അതായത് മതപരിവർത്തനം നടത്തിയത് ഈ മുസ്ലിം രാജാക്കന്മാർ മാത്രമല്ല, ഹിന്ദു രാജാക്കന്മാരും മതപരിവർത്തനം നടത്തി. രണ്ടു കൂട്ടരുടെയും താല്പര്യം മതപരമായിരുന്നില്ല, രാഷ്ട്രീയമായിരുന്നു. അശോക ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന കുറേ ആളുകൾ വേണം തൻ്റെ രാജ്യത്ത്. അതുകൊണ്ടാണ് ഹിന്ദുമതക്കാരെ ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയത്, പരിവർത്തനം ചെയ്യിച്ചത്. അതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്തു, മുസ്ലിം ഭരണാധികാരികളും ചെയ്തു. പക്ഷേ മുസ്ലിം ഭരണാധികാരികൾ ചെയ്യുമ്പോൾ ആൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഹിന്ദു സമുദായത്തിലെ ഉപരിശ്രേണിയിലുള്ളവരെ മതം മാറ്റാനാണ്. അത് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുഗൾ സാമ്രാജ്യം 331 വർഷം നിന്നു ഇന്ത്യയിൽ. 333 വർഷക്കാലം മുഗളന്മാർ രാജ്യം ഭരിച്ചു. ഈ 333 വർഷക്കാലത്തിനിടക്ക് 17 തലമുറകളിലായി 13 മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. 13 തലമുറകളിലായി 17 മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ഈ 17 മുഗൾ ചക്രവർത്തിമാരിൽ 9 പേരുടെയും അമ്മമാർ ഹിന്ദുക്കളായിരുന്നു. എന്ന് വെച്ചാൽ മുഗൾ രാജാക്കന്മാർ കല്യാണം കഴിച്ചതൊക്കെ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദുക്കൾക്കിടയിലെ രാജവംശത്തിലെ സ്ത്രീകളെയാണ്. എന്തിനാണ്? ആ രാജവംശങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കാൻ. രാഷ്ട്രീയമായ താല്പര്യം. ഹിന്ദു രാജവംശങ്ങൾ തങ്ങളുടെ എതിരാളികളാവരുത്, അതിന് വൈവാഹിക ബന്ധം സ്ഥാപിക്കുക. ഷാജഹാൻ്റെ അമ്മ ജോധാബായി ആരായിരുന്നു? ഹിന്ദു. ഷാജഹാൻ്റെ അല്ല, ജഹാംഗീറിൻ്റെ അമ്മ ജോധാബായി. അക്ബർ കല്യാണം കഴിച്ചു ജോധാബായി എന്ന ഹിന്ദു സ്ത്രീയെ. അതിലുണ്ടായ മകനായ ഈ സലീം എന്ന ജഹാംഗീർ. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഇവിടെ ഈ മധ്യകാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു എന്ന ഒരു ധാരണയും ഉണ്ടാക്കുന്നു ഈ പറയുന്ന വക്രീകരിക്കപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ. ഏകോദര സഹോദരന്മാരെ മുസ്ലിങ്ങൾ ജീവിച്ചു എന്ന് ഈ മധ്യകാലഘട്ടത്തിൽ. എന്താ വാസ്തവത്തിൽ സ്ഥിതി? മുസ്ലിങ്ങൾ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരാടുകയായിരുന്നു. അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം അടിമവംശങ്ങൾ നിലവിൽ വന്നു. ഖിൽജി വംശം നിലവിൽ വന്നു, തുഗ്ലക്ക് വംശം വന്നു, അതുപോലെ സയ്യിദ് വംശം വന്നു, ലോഡി വംശം വന്നു. ഖിൽജി വംശത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത് ആരാ? ഖിൽജി വംശം എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജവംശം. ഈ മുസ്ലിം രാജവംശത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത് തുഗ്ലക്ക് എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം രാജവംശമാണ്.
മുസ്ലിം രാജവംശത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ചാണ് മറ്റൊരു മുസ്ലിം രാജവംശം അധികാരം പിടിച്ചെടുക്കുന്നത്. ആ തുഗ്ലക്ക് വംശത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ചാണ് സയ്യിദുകൾ എന്ന മുസ്ലിം രാജവംശം അധികാരം പിടിച്ചെടുക്കുന്നത്. ആ സയ്യിദുകളെ യുദ്ധത്തിൽ തോൽപ്പിച്ചാണ് ലോഡി വംശം അധികാരം പിടിച്ചെടുക്കുന്നത്. ആ ലോഡി വംശത്തിൽപ്പെട്ട ഇബ്രാഹിം ലോഡി ഡൽഹി സുൽത്താനായി വാഴുമ്പോഴാണ് 1526 ബാബർ ഇന്ത്യയിലെത്തുകയും പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഇബ്രാഹിം ലോഡിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിടുകയും ചെയ്തത്. അതായത് ബാബർ എന്ന മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും ഹിന്ദു രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചല്ല മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. മുസ്ലിമായ ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം സുൽത്താനെ യുദ്ധത്തിൽ തോൽപ്പിച്ചാണ് മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ടത്. അവിടെയൊന്നും നമ്മളത് കാണുന്നില്ല. മാത്രമല്ല, മുഗൾ സാമ്രാജ്യം വന്നിട്ട് എന്താ പിന്നെയുള്ള സ്ഥിതി? മുഗൾ സാമ്രാജ്യം വന്നപ്പോൾ അധികാരത്തിന് വേണ്ടി സഹോദരഹത്യ, പിതൃഹത്യ നിത്യസംഭവമായിരുന്നു കൊട്ടാരങ്ങളിൽ. ഷാജഹാൻ എങ്ങനെയാണ് ചക്രവർത്തിയായത്? ഷാജഹാൻ മുഗൾ ചക്രവർത്തിയാകുന്നത് 2 സഹോദരന്മാരെ കൊലപ്പെടുത്തിയിട്ടാണ്. ഖുസ്രുവിനെ കൊന്നു, സഹോദരൻ ഖുസ്രുവിനെ കൊന്നു, സഹോദരൻ ഷാരിയാറെ കൊന്നു. 2 സഹോദരന്മാരെ വകവരുത്തിയിട്ടാണ് ഷാജഹാൻ ചെങ്കോലണിയുന്നത്. എന്ന് വെച്ചാൽ അധികാരമാണ് പ്രശ്നം. അവിടെ പിന്നെ സഹോദര സ്നേഹമില്ല, മറ്റൊന്നുമില്ല, മതമില്ല. അധികാരത്തിന് വേണ്ടി സഹോദര ഹത്യ നടത്തുന്നു ഷാജഹാൻ. ഈ ഷാജഹാന്റെ 4 ആൺമക്കളിൽ 3-ാമത്തെ ആളായിരുന്നു ഔറംഗസീബ്. ഔറംഗസീബ് അല്ല രാജാവാകേണ്ടത്, കാരണം 3-ാമത്തെ മകനാണ് ഔറംഗസീബ്. ഔറംഗസീബ് ചക്രവർത്തിയായി. എങ്ങനെ ഔറംഗസീബ് ചക്രവർത്തിയായത്? മൂത്ത ജ്യേഷ്ഠൻ ദാരാ ഷിക്കോയെ ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ദാരാ ഷിക്കോ എന്ന സാത്വികന് ഉൾപ്പെടെ 2 സഹോദരന്മാരെ കൊന്നു, 3-ാമതിനെ ജയിലിലടച്ചു. സ്വന്തം പിതാവ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ ശുദ്ധജലം പോലും നിഷേധിച്ചുകൊണ്ട് 7 വർഷം തടവിലിട്ടു ഔറംഗസീബ്. അങ്ങനെ അധികാരത്തിൽ വരുന്നത്. എന്ന് വെച്ചാൽ മുഗൾ ഭരണകാലത്ത് അല്ലെങ്കിൽ മുസ്ലിം ഭരണകാലത്ത് താക്കത്ത് യാ തക്ത എന്നതായിരുന്നു മുദ്രാവാക്യം. ഒന്നുകിൽ കിരീടം അല്ലെങ്കിൽ ശവകുടീരം എന്നതായിരുന്നു മുദ്രാവാക്യം. കിരീടം കിട്ടണം അല്ലെങ്കിൽ ശവകുടീരം. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളൊക്കെ ഏകോദര സഹോദരന്മാർ ജീവിച്ചിട്ടില്ല. ഇതുപോലുള്ള വക്രീകരിക്കപ്പെട്ട ചരിത്രത്തെ 2 കൂട്ടരും ഉപയോഗിക്കുന്നു. ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും ഉപയോഗിക്കുന്നു. MA ജിന്ന, മുഹമ്മദ് അലി ജിന്ന 1940-കളിൽ പ്രസംഗിച്ചത് എന്താ? 1940-കളിൽ ഇന്ത്യ വിഭജിക്കപ്പെടുമെന്ന ഘട്ടം എത്തിയപ്പോൾ മുഹമ്മദ് അലി ജിന്ന, കാലത്തെ മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവ് മുഹമ്മദ് അലി ജിന്ന പ്രസംഗിച്ചു, ഇന്ത്യയിൽ 7 നൂറ്റാണ്ടോളം കാലം ഭരണം നടത്തിയത് മുസ്ലിങ്ങളാണ്. ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ് 7 നൂറ്റാണ്ട് കാലം. മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ അവരിൽ നിന്ന് ഈ അധികാരം കവർന്നെടുത്തത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ അധികാരം മുസ്ലിങ്ങളെ തിരിച്ചേൽപ്പിക്കണം എന്നായിരുന്നു ജിന്ന പ്രസംഗിച്ചത്. മറുവശത്ത് ഗോൾവൽക്കറും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന മറ്റുള്ളവരും, സവർക്കറും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവരും ഒക്കെ പ്രസംഗിച്ചത് ഇവിടെ 7 നൂറ്റാണ്ട് കാലം മുസ്ലിം രാജവംശങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുക്കളെ ദ്രോഹിക്കുകയായിരുന്നു, ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയായിരുന്നു, ഹിന്ദുക്കളെ കൊന്നുതള്ളുകയായിരുന്നു. അതുകൊണ്ട് അവരെ ഒരു കാലത്തും ഇവിടെ അധികാരത്തിൽ നിർത്താൻ പാടില്ല എന്ന രൂപത്തിൽ 2 കൂട്ടരും വർഗീയത പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നമ്മുടെ ചരിത്ര പഠനത്തെ ഇരുവിഭാഗങ്ങളും അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇവിടെ നേരത്തെ ശ്രീമാൻ ഹസൻ കോയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷ വർഗീയത നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ ശ്രദ്ധിച്ചോ? മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ശക്തിപ്പെട്ടിരിക്കുന്നു. 2014 കേന്ദ്രത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. ഏതാണ്ട് 21 സംസ്ഥാനങ്ങളിൽ BJPക്കാണ് പ്രാമുഖ്യമുള്ളത്. എന്ന് വെച്ചാൽ ഭൂരിപക്ഷ വർഗീയത പണ്ടൊരിക്കലും ഇല്ലാത്ത വിധം വളർന്നിരിക്കുന്നു. അതിനനുസരിച്ച് അവരുടെ അസഹിഷ്ണുത, അവരുടെ ഹിംസാ സ്വഭാവം, ആൾക്കൂട്ടക്കൊല ഇതൊക്കെ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ ഫാഷിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു. ഇത് 1-ാം മോദി സർക്കാരിൻ്റെ സമയത്തുള്ള പ്രസംഗമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുക. കാരണം അതങ്ങനെയായിരുന്നു. പക്ഷേ 2-ാമത്തെ സർക്കാർ ആകുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. പിന്നെ ഇപ്പോൾ 3-ൽ എന്താണ് കാണാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം.
അപ്പോൾ ആ ഒരു എവല്യൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ജനാധിപത്യവൽക്കരണം അതല്ലെങ്കിൽ മതേതരവൽക്കരണം അത് ഇതിൽ സംഭവിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ആ മാക്രോൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ അതിന് വേണ്ടിയിട്ടാണ്. ആ തരത്തിൽ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചർച്ചയാകുന്ന ഒരു നില വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് ഇവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, RSSും അനുബന്ധ സംഘടനകളും ഫാഷിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു. സംഗതിയൊക്കെ ശരിയാണ്. ഭൂരിപക്ഷ വർഗീയത മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം വളർന്നിട്ടുണ്ട്. ഫാഷിസ്റ്റ് പ്രവണതയുണ്ട്. പല സ്ഥലങ്ങളിലും അവർ ഹിംസാത്മകമായിട്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഫാഷിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നത് അവർ മാത്രമല്ല എന്ന് മാത്രമല്ല, ഈ ഭൂരിപക്ഷ വർഗീയത ഇങ്ങനെ വളർന്നതിൽ ഏത് വർഗീയതയും വളർന്നത് നമ്മൾ ചരിത്രത്തിൽ നിർത്തി പരിശോധിക്കണം. ഇവിടെ RSS വളർന്നു, അതുപോലെ മുസ്ലിം വർഗീയത വളർന്നിട്ടുള്ളൂ, അതും വളർന്നു. അതിനെ ചരിത്രത്തിൽ നിർത്തി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? സംഘടിത വർഗീയത, ഓർഗനൈസ്ഡ് കമ്മ്യൂണലിസം ഉണ്ടാകുന്നത് 1857 ശേഷമാണ്. 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്ന ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന കലാപമുണ്ടായി, പ്രക്ഷോഭമുണ്ടായി. ആ കലാപത്തിൽ ഝാൻസി റാണിയും താന്തിയ തോപ്പിയും മാത്രമല്ല ബഹദൂർ ഷായെ പോലുള്ള മുസ്ലിങ്ങളും പങ്കെടുത്തു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭമായിരുന്നു അത്. അതോടുകൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഈ രണ്ട് സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കണം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ തുടങ്ങിയത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും യോജിച്ചാൽ അത് ബ്രിട്ടീഷുകാർക്ക് അപകടം ചെയ്യും. അതുകൊണ്ട് രണ്ട് പ്രബല സമുദായങ്ങളെയും തമ്മിൽ തെറ്റിക്കുക, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ അവർ നടത്തിയതിന് ശേഷമാണ് ഓർഗനൈസ്ഡ് കമ്മ്യൂണലിസം അല്ലെങ്കിൽ സംഘടിത വർഗീയത നാമ്പെടുത്തത്. അങ്ങോട്ട് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. 20-ാം നൂറ്റാണ്ട് അങ്ങോട്ട് വരിക. 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ 1906 മുസ്ലിം ലീഗ് വന്നു, 1915 ഹിന്ദു മഹാസഭ വന്നു, 1925 RSS വന്നു, 1941 ജമാഅത്തെ ഇസ്ലാമി വന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. സെക്യുലർ പക്ഷത്ത് നിൽക്കുന്ന വിഭാഗവും മതവർഗീയ പക്ഷത്ത് നിൽക്കുന്ന വിഭാഗവും. ബദറുദ്ദീൻ തയാബ്ജി, മഹാരാഷ്ട്രക്കാരനായ അന്നത്തെ ബോംബെക്കാരനായ ബദറുദ്ദീൻ തയാബ്ജി എന്ന മുസ്ലിം, അദ്ദേഹം സെക്യുലർ പക്ഷത്ത് നിന്ന മുസ്ലിമാണ്. അതുപോലെ അമീർ അലി, ചിറാഗ് അലി, മൗലാന ആസാദ് തുടങ്ങിയവരൊക്കെ ഈ സെക്യുലർ പക്ഷത്ത് നിന്ന പ്രമുഖ മുസ്ലിങ്ങളാണ്. അതേ അവസരത്തിൽ വിഖാറുൽ മുൽക്ക് എന്ന് പറയുന്നത് 1906 സ്ഥാപിതമായ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി വിഖാറുൽ മുൽക്ക്, ആഗാഖാൻ, മൗദൂദി പോലുള്ളവരൊക്കെ മറുപക്ഷത്താണ് നിന്നത്. സെക്യുലർ പക്ഷത്തല്ല, മറുപക്ഷത്ത് നിന്നു. അതും നമുക്ക് വിടാം, സമയമില്ലാത്തതുകൊണ്ട്. 1947 സ്വാതന്ത്ര്യം നേടി. 47-48 കാലഘട്ടത്തിൽ ധാരാളം വർഗീയ കലാപങ്ങൾ നടന്നു, വിഭജനം നടന്നു. ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ രണ്ട് ഭാഗത്തും കൊല്ലപ്പെട്ടു. പിന്നീട് 950 ആകുമ്പോഴത്തേക്കും സ്ഥിതി ശാന്തമായി. 950-60 കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു ദശാബ്ദക്കാലം കാര്യമായ കുഴപ്പങ്ങളോ സാമുദായിക സ്പർദ്ധകളോ ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. നെഹ്റുവാണ് പ്രധാനമന്ത്രി. പക്ഷേ 1961 എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് ജബൽപൂരിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ കലാപം. അതായത് എല്ലാം ശാന്തമായി എന്ന് വിചാരിച്ചിരുന്നൊരു ഘട്ടത്തിലാണ് 10 വർഷത്തിന് ശേഷം 1961 ജബൽപൂരിൽ വർഗീയ കലാപം ഉണ്ടായത്. ഈ കലാപം ഉണ്ടായപ്പോഴാണ് ജവഹർലാൽ നെഹ്റു ദേശീയോദ്ഗ്രഥന സമിതി, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ. സ്പീഡ് കൂട്ടാൻ പറയുന്നുണ്ട്. സ്പീഡ് കൂട്ടിയാൽ ശബ്ദത്തിൻ്റെ ടോൺ മാറും, ഒരുമാതിരി മറ്റേ കുട്ടികൾ സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല. നിങ്ങൾ സമയമെടുത്ത് കണ്ടാൽ മതി, എന്തായാലും ഞാൻ പ്ലേ ചെയ്യാം. എന്ന ദേശീയോദ്ഗ്രഥന സമിതിക്ക് രൂപം നൽകിയത്. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടുതൽ ഇനിയും കൂട്ടി അടുപ്പിക്കേണ്ടതുണ്ട്, അനുരഞ്ജനം വേണം എന്ന രൂപത്തിൽ അങ്ങനെയാണ് ദേശീയോദ്ഗ്രഥന സമിതി ഉണ്ടാക്കുന്നത്. ഈ ദേശീയോദ്ഗ്രഥന സമിതി ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ മുസ്ലിം സംഘടനകളിൽ ചിലതും മുസ്ലിം നേതാക്കന്മാരിൽ ചിലരും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദേശീയോദ്ഗ്രഥന സമിതി പോരാ, മതേതരമായ ദേശീയോദ്ഗ്രഥന സമിതി പോരാ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടാൻ, അവരുടേതായ രൂപത്തിൽ സംഘടിക്കണം എന്ന ആശയം മുന്നോട്ട് വെക്കുകയും
1964 മുസ്ലിം മജ്ലിസെ മുഷാവറ ഉണ്ടാക്കുകയും ചെയ്തു. മുസ്ലിം മജ്ലിസെ മുഷാവറ ഉണ്ടാക്കിയപ്പോൾ ഇന്നത്തെ BJPയുടെ അന്നത്തെ രാഷ്ട്രീയ രൂപമായിരുന്ന ജനസംഘവും RSSഉം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വീണ്ടും ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയെന്ന്. എന്ന് വെച്ചാൽ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന ആ ഒരു പ്രസ്ഥാനം ഹിന്ദു വർഗീയതയ്ക്ക് വളമായി തീരുകയാണ് 1964 ചെയ്തത്. 1970കളുടെ ആദ്യത്തിൽ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് രൂപം നൽകി മുസ്ലിം സംഘടനകൾ. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, അതായത് മുസ്ലിങ്ങളുടെ കുടുംബ നിയമങ്ങൾ ഒന്നും പരിഷ്കരിക്കാൻ പാടില്ല, മുസ്ലിം വ്യക്തി നിയമത്തിൽ ഒരു മാറ്റവും പാടില്ല, മുസ്ലിം വ്യക്തി നിയമങ്ങൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അതേ ആ രൂപത്തിൽ അന്യൂനമായിട്ട് നിലനിൽക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. ഹിന്ദു കുടുംബ നിയമങ്ങൾ നേരത്തെ നെഹ്റുവിൻ്റെ കാലത്ത് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിഷ്കരണങ്ങൾക്കും വിരുദ്ധമാണ് മുസ്ലിങ്ങൾ എന്ന ആശയം പ്രചരിപ്പിക്കുവാൻ RSSകാർക്കും ജനസംഘം പോലുള്ള പാർട്ടികൾക്കും കഴിഞ്ഞു വന്ന്. അത് ഇന്നും അവർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ അത് പ്രസംഗമായിട്ട്, അതായത് ഒരു ഹിന്ദു ഐക്യവേദിയിൽ നടത്തിയ ഈ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ നമ്മളിതാ പറഞ്ഞത്, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശങ്ക ഇതാണ്. ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നിയമം, യൂണിഫോം സിവിൽ കോഡ് ഒരു ആവശ്യമാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ആളുകളും പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും എല്ലാവരും കൂടിയിട്ട് അതിനെതിരെ നിൽക്കുന്നു എന്ന് വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സമാനമായ ഒരു പരിഷ്കരണ ശ്രമം ഹിന്ദു കോഡ് ബില്ല് അത് 1950കൾക്ക് ശേഷം ഇവിടെ കൊണ്ടുവന്നപ്പോൾ, നെഹ്റുവും അതുപോലെ തന്നെ അംബേദ്കറും കൂടി കൊണ്ടുവന്നപ്പോൾ, അതൊരു ഹിന്ദു കോഡ് എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ കൊണ്ടുവരുമ്പോൾ അത് അങ്ങനെ നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ പാസ്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നെഹ്റു അത് എതിർക്കുകയും പിന്നീട് അത് കഷ്ണമായിട്ട്, അതായത് 4 ബില്ലുകളാക്കിയിട്ടാണ് അത് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കുന്നത്. എന്തായാലും ആ ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം, യൂണിഫോം സിവിൽ കോഡാണെങ്കിലും ഒറ്റയടിക്ക് ഒരു സിവിൽ കോഡ് അല്ല എങ്കിലും അത് കഷ്ണമാക്കി പാസ്സാക്കി എടുത്താലും അതിൻ്റെ ഗുണം ഈ ഓരോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ലഭിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത്. അതിങ്ങനെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ് ഇറക്കണമെന്നില്ല, കഷ്ണമായിട്ട് പാസ്സാക്കി എടുത്താലും മതി എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ വരെ ഓപ്ഷനുണ്ട്, അതിന് എല്ലാവരും തയ്യാറാണ്. എങ്കിലും ഇവിടെ സംഭവിക്കുന്നത് ഇത് പാടില്ല, പരിഷ്കരണമേ പാടില്ല എന്ന് പറയുന്ന നിലയിൽ നിൽക്കുമ്പോൾ അവിടെയാണ് ഈ ഒരു വിഷയം, ഇദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം നമ്മളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. കാരണം ഈ സ്റ്റേജിലൂടെ മുന്നേ കടന്നുപോയിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ അവർ തരണം ചെയ്ത് ഇന്ന് അതിൻ്റെ ഗുണം അവർ അനുഭവിക്കുന്ന ആളുകൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് പറയാനുള്ള ഒരു അപ്പർ ഹാൻഡ് ഇവിടെ ഉണ്ടാകുന്നു എന്ന് വരുന്നിടത്താണ് ഈ ന്യൂനപക്ഷ വർഗീയത വീണ്ടും ഭൂരിപക്ഷ വർഗീയതയ്ക്ക്, അതായത് ഭൂരിപക്ഷത്തിൻ്റെ നിയമം മാറ്റാൻ കഴിയുന്നു, ന്യൂനപക്ഷത്തിൻ്റെ നിയമം അത് ഏകീകരിക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊരു പുരോഗമനം കൊണ്ടുവരാനോ സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് ആ ഒരു ഐക്യപ്പെടൽ, ആ ഒരു വർഗീയ സ്വഭാവം അവിടെ ഒരു പ്രശ്നമായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികൾക്ക് കഴിഞ്ഞു. 1985 ഷാബാനു ബീഗം വിധി വന്നപ്പോൾ അന്നത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞത് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിൽ കോടതി ഇടപെട്ടുകൂടാ എന്നാണ്. മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് മുസ്ലിം വ്യക്തി നിയമം, ശരീഅത്ത്. അതിൽ ഇടപെടാൻ ഇന്ത്യയിലെ മതേതര കോടതിക്ക് യാതൊരു അവകാശവുമില്ല എന്നാണ് പറഞ്ഞത്. ഇതേ കാര്യം പിന്നീട് 4 വർഷം കഴിഞ്ഞപ്പോൾ ഹിന്ദു സംഘടനകൾ ആവർത്തിച്ചു. രാമജന്മഭൂമി പ്രശ്നം രൂക്ഷമായപ്പോൾ അവർ പറഞ്ഞു, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഇന്ത്യയിലെ മതേതര കോടതികൾക്ക് അവകാശമില്ല എന്ന്. ഇപ്പോൾ ശബരിമല ക്ഷേത്ര പ്രശ്നത്തിലും അവർ പറയുന്നതാ, ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, ഇത് കോടതി ഇടപെടരുത് എന്ന്. പക്ഷേ കോടതി പറയുന്ന മതവിശ്വാസത്തിൽ ഇടപെടരുത് എന്ന് ആദ്യം പറഞ്ഞ മുസ്ലിം വർഗീയവാദികൾ 1985. 1986 ഇവിടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന മുസ്ലിം മതമൗലിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു മുദ്രാവാക്യം മുഴക്കി, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന്. അതായത് ഇന്ത്യക്ക് മോചനം സിദ്ധിക്കണമെങ്കിൽ ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കപ്പെടണം എന്ന ആശയം. അതാരെയാണ് സഹായിച്ചത്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം സഹായിച്ചത് മുസ്ലിങ്ങളെയല്ല, നേരെ മറിച്ച് RSSനെയും ഹിന്ദുത്വവാദികളെയുമാണ്. അതേ സിമി തന്നെ 2 വർഷം കഴിഞ്ഞ് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്ന മറ്റൊരു മുദ്രാവാക്യം മുഴക്കി. 1924 മുസ്തഫ കമാൽ പാഷ തുർക്കിയിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്ന ആശയവുമായിട്ട് അവർ രംഗത്ത് വന്നു. അതായത് ഖലീഫ ഭരണം സ്ഥാപിക്കുക എന്ന ആശയവുമായിട്ടാണ് ഇവിടെ മുസ്ലിം വർഗീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുവാൻ
RSSനും അതുപോലെ ചിന്തിക്കുന്ന സംഘടനകൾക്കും അത് അവസരം നൽകി. ഇപ്പോഴും അതല്ലേ നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മോദി ഭരണകാലത്ത് വന്ന പ്രസംഗമാണിത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ അവിടെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയും അതിന് വഴിവെച്ചത് എന്താണ്? മിഷൻ 2047 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഗൂഢാലോചന, അതിൻ്റെ വെളിപ്പെടുത്തലുകളും അതിൻ്റെ ആ ഡോക്യുമെൻ്റ് കണ്ടെടുക്കുന്നതും അതിൽ അവർ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളും തന്നെയാണ് ഇന്നും ഈ പറയുന്ന ഇവിടുത്തെ വലതുപക്ഷത്തിന് എടുത്തുന്നയിക്കാനുള്ള കാരണം. ഇത് നിരന്തരം നിങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ഈ ഭൂരിപക്ഷ വർഗീയത വളരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് തന്നെയാണ്. അവരുന്നയിക്കുന്ന അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ചുള്ള കാര്യങ്ങളാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ഇത് നിർത്താം. 1987 ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം കത്തിക്കൊണ്ടിരുന്ന കാലത്താണ് സയ്യിദ് ഷഹാബുദ്ദീൻ എന്ന മുസ്ലിം MP ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തത് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കൂ എന്ന്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുക. റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് എന്താ? ഇന്ത്യ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ ദിവസം റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത്. ആ ദിനാചരണം നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട MP സയ്യിദ് ഷഹാബുദ്ദീൻ. അതാർക്കാ ഗുണം ചെയ്തത്? ഗുണം ചെയ്തത് ഹിന്ദുത്വവാദികൾക്ക്. ഏതാണ്ട് അതേ കാലത്ത് അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന സുലൈമാൻ സേട്ട് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ചു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന്. പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടോ? അന്നും ഇന്നും പാകിസ്ഥാനിൽ ഏത് മുസ്ലിങ്ങൾക്കാണ് രക്ഷ? പാകിസ്ഥാനിൽ ഈ മുസ്ലിം തീവ്രവാദികൾ കൊന്നെടുക്കുന്ന ആരെയാ? അവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നുമല്ല കൊന്നെടുക്കുന്നത്. ഈ മുസ്ലിങ്ങൾക്കിടയിലെ അഹമ്മദിയ വിഭാഗത്തെ, മുസ്ലിങ്ങൾക്കിടയിലെ ഷിയ വിഭാഗത്തെ, മുസ്ലിങ്ങൾക്കിടയിലെ തങ്ങളോട് യോജിക്കാത്ത മുസ്ലിങ്ങളെ, ലിബറൽ ചിന്താഗതിക്കാർ. ആ പാകിസ്ഥാനിൽ പോയിട്ടാണ് ഈ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രസംഗിക്കുന്നത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല ഇന്ത്യയിൽ എന്ന്. ഇതാരെയാണ് വളർത്തിയത്? ഇതൊക്കെ വളർത്തിയത് ഈ പറയുന്ന ഹിന്ദുത്വവാദികളെയാണ്. അതായത് ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നതിൽ ന്യൂനപക്ഷ വർഗീയത ഒട്ടും നിസ്സാരമല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. വർഗീയതകൾ പരസ്പര പോഷകങ്ങളാണ്. മതമൗലികവാദ ചിന്തകൾ പരസ്പര പോഷകങ്ങളാണ്. പറയുന്ന ഹിന്ദുത്വ വർഗീയവാദികൾ ഫാഷിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു, അതുപോലെ മുസ്ലിം സംഘടനകളും ഫാഷിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ വർഗീയ പ്രസ്ഥാനങ്ങൾ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മറ്റാരായാലും, വർഗീയ പ്രസ്ഥാനങ്ങളും മതമൗലിക പ്രസ്ഥാനങ്ങളും ഫാഷിസ്റ്റ് പ്രവണത പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ, ഇടത്തും വലത്തും മധ്യത്തിലും നിൽക്കുന്ന സെക്യുലർ പാർട്ടികൾ ആരോടൊപ്പം നിൽക്കണം? അവർ നിൽക്കേണ്ടത് ആരോടൊപ്പമാണ്? അവർ നിൽക്കേണ്ടത് തീർച്ചയായും സെക്യുലർ മൂല്യങ്ങളോടൊപ്പമാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, ഇവിടെ അതാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഇവിടെ ഈ വലതുപക്ഷത്തെ വളർത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിനോടുള്ള പ്രതികരണം ഇവിടുത്തെ ഈ കപട ലിബറലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വർഗീയതയ്ക്കെതിരെ എന്ന് പറയുന്നു, അതല്ലെങ്കിൽ നവോത്ഥാനത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അവിടെ പീഡിതരോടൊപ്പം അല്ലെങ്കിൽ ഇരയോടൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നമ്മളുടെ ന്യൂനപക്ഷത്തിൻ്റെ ഒപ്പം അങ്ങ് കയറി നിൽക്കും. അതാണ് ഇപ്പോൾ ഇവിടെ ഹിജാബിൻ്റെ വിഷയത്തിൽ കണ്ടത്. ഓരോ വിഷയം, യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയമായാലും എല്ലാത്തിലും നമ്മൾ കണ്ടു. വസ്തുതകൾ നോക്കി അതിനകത്ത് സെക്യുലർ മൂല്യങ്ങൾക്കനുസരിച്ച് നിന്നാൽ, മിഡിൽ നിന്നാൽ, യഥാർത്ഥ നിഷ്പക്ഷരായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചാൽ ഇവിടെ വലതുപക്ഷം വളരില്ല. ആ വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. ന്യൂനപക്ഷവും തളരും, അവിടുത്തെ ഭൂരിപക്ഷവും തളരും. ഇതാണ് നമ്മൾ പറയുന്നത്. ബാക്കി കേൾക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ, വിയോജന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ, വിയോജന സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചവരെ കൊന്നൊടുക്കിയ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആദ്യം ദബോൽക്കർ കൊല്ലപ്പെടുന്നു 2013 മഹാരാഷ്ട്രയിൽ. ദബോൽക്കർ ഹിന്ദുക്കൾക്കിടയിലെ പരിഷ്കരണവാദിയായിരുന്നു, യുക്തിവാദിയായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തെ കൊന്നു ഹിന്ദുത്വവാദികൾ. പിന്നീട് കർണാടകത്തിൽ MM കൽബുർഗി കൊല്ലപ്പെടുന്നു. പ്രൊഫസർ കൽബുർഗിയെ കൊല്ലുന്നു. അദ്ദേഹം ഹിന്ദു പരിഷ്കരണവാദിയായിരുന്നു, ഹിന്ദു യുക്തിവാദിയായിരുന്നു. അദ്ദേഹത്തെയും കൊന്നത് ഹിന്ദുത്വവാദികളാണ്, അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരാണ്.
അത് കഴിഞ്ഞ് ഗോവിന്ദ് പൻസരെ കൊല്ലപ്പെടുന്നു മഹാരാഷ്ട്രയിൽ. ഗോവിന്ദ് പൻസരെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPI-കാരനാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ ഹൈന്ദവ യാഥാസ്ഥിതികത്വത്തെ ചോദ്യം ചെയ്യുന്നയാളാണ്. സാമൂഹിക പരിഷ്കരണം അനിവാര്യമാണ് എന്ന് ഉദ്ഘോഷിക്കുന്നയാളാണ്. അദ്ദേഹത്തെയും കൊന്നു. KS ഭഗവാനെ കൊല്ലാൻ നടക്കുന്നു. ഈ 3 പേരെയും കൊന്നപ്പോൾ, അതായത് ദബോൽക്കർ, കൽബുർഗി, അതുപോലെ ഗോവിന്ദ് പൻസരെ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ സെക്യുലറിസ്റ്റുകൾ, ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ സാംസ്കാരിക സംഘടനകൾ ഒക്കെ രംഗത്ത് വന്നു അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ. തീർച്ചയായും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. ദബോൽക്കറോട്, കൽബുർഗിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. ഗോവിന്ദ് പൻസരയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. ഇടതുപക്ഷ പാർട്ടികളും മറ്റു മതേതര പാർട്ടികളും ചെയ്തത് ശരിയാണ്, 100%. പക്ഷേ എന്നാൽ എന്നാൽ അതേ സെക്യുലർ പാർട്ടികൾ 1993 ചേകന്നൂർ മൗലവി കേരളത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഏത് പാർട്ടികൾ വന്നു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ? ഏത് പാർട്ടികൾ പോകാതിരുന്നില്ല? ചേകന്നൂർ മൗലവിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച മതകേന്ദ്രത്തിലേക്ക് വോട്ട് തേടി ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. 1993 ഒരു സുപ്രഭാതത്തിൽ വെറുതെ അങ്ങോട്ട് കൊല്ലപ്പെടുകയായിരുന്നില്ല ചേകന്നൂർ മൗലവി. ചേകന്നൂർ മൗലവിയെ കൊന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടായിരുന്നു, മുസ്ലിം തീവ്രവാദമുണ്ടായിരുന്നു, മുസ്ലിം യാഥാസ്ഥിതികത്വമുണ്ടായിരുന്നു. അതെവിടെയാണെന്നും ആരാണ് എന്നും എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ CPM-അറിയാം, CPI-ക്കറിയാം, കോൺഗ്രസിനറിയാം, ജനതാദളിനറിയാം, എല്ലാവർക്കും അറിയാം. എന്തിനും ഇവർക്കെല്ലാം അറിയാം ചേകന്നൂർ മൗലവിയുടെ ജഡം എവിടെയാണ് സംസ്കരിച്ചത് എന്ന് പോലും. പക്ഷേ കൽബുർഗിയോട് അല്ലെങ്കിൽ ദബോൽക്കറോട്, ഗോവിന്ദ് പൻസരയോട് കാണിച്ച ഐക്യദാർഢ്യം അദ്ദേഹത്തോട് കാണിച്ചില്ല. കാരണം ആദ്യം പറഞ്ഞ 3 പേരെ കൊലപ്പെടുത്തിയതും ഹൈന്ദവ തീവ്രവാദികളാണെങ്കിൽ ചേകന്നൂർ മൗലവിയെ കൊലപ്പെടുത്തിയത് മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളുടെ ഫാഷിസ്റ്റ് പ്രവണത അങ്ങനെ വിമർശിക്കപ്പെടേണ്ടതല്ല എന്നും ഹിന്ദുത്വ ഫാഷിസ്റ്റ് പ്രവണത മാത്രം വിമർശിക്കപ്പെട്ടാൽ മതി എന്നും ഉള്ള നിലപാട് സ്വീകരിക്കപ്പെട്ടു നമ്മുടെ കേരളത്തിൽ. സെക്യുലർ ഇതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയത്. ഇച്ചിരി ഭീകരവാദവും ഇച്ചിരി ഫാഷിസവും ഇച്ചിരി ഇതുപോലെയുള്ള വർഗീയതയൊക്കെ അത് നമ്മളുടെ ന്യൂനപക്ഷങ്ങൾക്കാകാം, കാക്കാമാർക്കാകാം എന്ന നിലപാട് ഇത് തന്നെയാണ് ഇവിടുത്തെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രധാന പ്രശ്നം അത് തന്നെയാണ്. അത് നിങ്ങൾ ഇവിടെ കേട്ടല്ലോ. പാർട്ടികൾ ആ നിലപാട് സ്വീകരിച്ചു. പെരുമാൾ മുരുകൻ ആക്രമിക്കപ്പെട്ടു തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ മാതൃഭാഗൻ എന്ന നോവലിൻ്റെ പേരിൽ പെരുമാൾ മുരുകനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോട് കാണിച്ച അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ സെക്യുലർ പാർട്ടികളും സെക്യുലർ സംഘടനകളും രംഗത്ത് വരണം. കാരണം പെരുമാൾ മുരുകൻ ഹൈന്ദവ തീവ്രവാദികളെ ആക്രമിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. അദ്ദേഹത്തിന് എഴുത്തു നിർത്തേണ്ടി വന്നു താൽക്കാലികമായിട്ട്. അങ്ങനെയൊരു സന്ദർഭത്തിൽ എല്ലാ മതേതര ഇടതുപക്ഷ വലതുപക്ഷ സംഘടനകളും രംഗത്ത് വന്നു. അത് 2016 ജനുവരി ഫെബ്രുവരി കാലത്താണ്. അതേ കാലത്ത് 2016 ജനുവരി ഫെബ്രുവരി കാലത്ത് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ഒരു മുസ്ലിം വനിതാ എഡിറ്റർ ഷിറിൻ ദൽവി എന്നു പേരുള്ള ഒരു മുസ്ലിം വനിതാ എഡിറ്റർ ആക്രമിക്കപ്പെട്ടു. ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ്. അവർ നടത്തുന്ന ഒരു ഉറുദു മാസികയുണ്ട്. ഉറുദു മാസികയിൽ ഫ്രാൻസിലെ പാരീസിൽ നടന്ന ഷാർലി ഹെബ്ഡോ എന്ന കാർട്ടൂൺ മാസികയിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ലേഖനം പ്രസിദ്ധീകരിച്ചു. അന്ന് 10-12 പേരെ കൊല്ലപ്പെട്ടിരുന്നു. IS ഭീകരന്മാരാണ് കൊലപാതകികളെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൽ ഈ ഷാർലി ഹെബ്ഡോ എന്ന പാരീസിലെ കാർട്ടൂൺ മാസികയിൽ വന്ന പ്രവാചകൻ്റെ കാർട്ടൂണും പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരിലാണ് മുസ്ലിം തീവ്രവാദികൾ ഷിറിൻ ദൽവി എന്ന വിധവ 2 പെൺകുട്ടികളുടെ മാതാവിനെ ആക്രമിച്ചത്. പെരുമാൾ മുരുകനെ ആക്രമിച്ച അതേ കാലത്ത് പെരുമാൾ മുരുകന് വേണ്ടി രംഗത്ത് വന്ന നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും മധ്യപക്ഷത്തും നിൽക്കുന്ന ഒരു സെക്യുലർ പാർട്ടിയും ഷിറിൻ ദൽവി എന്ന പേര് പോലും കേട്ടതായി ഭാവിച്ചില്ല. ഷിറിൻ ദൽവിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ആരും വന്നില്ല. കാരണം ഷിറിൻ ദൽവി ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികൾ, ഇപ്പുറത്ത് പെരുമാൾ മുരുകൻ ആക്രമിച്ചത് ഹിന്ദുത്വ തീവ്രവാദികൾ അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദികൾ. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു. പത്രപ്രവർത്തക, BJPയുടെ വിമർശക, നരേന്ദ്രമോദിയുടെ വിമർശക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും രംഗത്ത് വരണം. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന
ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാവരും രംഗത്ത് വരണം. ഗൗരി ലങ്കേഷിന് വേണ്ടി നമ്മുടെ നാട്ടിലെ എല്ലാ സെക്യുലറിസ്റ്റുകളും രംഗത്ത് വന്നു, എല്ലാ പാർട്ടികളും രംഗത്ത് വന്നു. ഐ ആം ഗൗരി എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് നടന്നു നമ്മളൊക്കെ. പക്ഷേ ഈ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂരിൽ എച്ച് ഫാറൂഖ് എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. എച്ച് ഫാറൂഖ് പത്രപ്രവർത്തകനല്ല, യുക്തിവാദിയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെടുന്നൊരു യുക്തിവാദി, ഇസ്ലാമിനെ തൻ്റേതായ രൂപത്തിൽ വിമർശിക്കുന്നൊരു യുക്തിവാദി. ഈ എച്ച് ഫാറൂഖിനെ കൊലപ്പെടുത്തിയത് മുസ്ലിം തീവ്രവാദികളാണ്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ ഐ ആം ഗൗരി എന്ന് പറഞ്ഞ് ആ സ്റ്റിക്കർ ഒട്ടിച്ച് രംഗത്ത് വന്ന ഒരു സെക്യുലറിസ്റ്റും ഒരു പാർട്ടിയും ഫാറൂഖ് എന്ന ചെറുപ്പക്കാരൻ കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ടപ്പോൾ ഐ ആം ഫാറൂഖ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നില്ല. നിക്കറിൽ മുള്ളും പറഞ്ഞാൽ അതാണ് കുഴപ്പം. ഇപ്പോഴും പറയാറില്ല എന്നുള്ളതാണ്. ഈ പ്രസംഗം നടക്കുന്നത് 2018 ഞാനിപ്പോൾ ഡേറ്റ് ഇപ്പോൾ നോക്കുകയായിരുന്നു. എത്ര വർഷം കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോഴും അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൊലപ്പെടുത്തുന്നത് ഹിന്ദു തീവ്രവാദികളാണെങ്കിൽ അത്തരക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും കൊലപ്പെടുത്തുന്നത് മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ കൊല്ലപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ. ഗുലാം അലി എന്ന പാകിസ്ഥാനി ഗായകൻ ക്ഷണിക്കപ്പെട്ടു മുംബൈയിലേക്കും ഡൽഹിയിലേക്കും. പാടാൻ അനുവദിക്കില്ലെന്ന് ശിവസേന ഉൾപ്പെടെയുള്ള ഹൈന്ദവ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. ഗുലാം അലി എന്ന പാകിസ്ഥാനി ഗായകനെ ഇന്ത്യൻ മണ്ണിൽ പാടാൻ, മുംബൈയിൽ പാടാൻ അനുവദിക്കില്ല, ഡൽഹിയിൽ പാടാൻ അനുവദിക്കില്ല. കഴിഞ്ഞില്ല ഗുലാം അലിക്ക് ഡൽഹിയിലോ മുംബൈയിലോ പാടാൻ. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. ഇടതുപക്ഷമാണ് ക്ഷണിച്ചത്. MA ബേബിയെപ്പോൾ ക്ഷണിച്ചു, അദ്ദേഹം വന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം പാടി, കോഴിക്കോട്ടും പാടി. ഗുലാം അലി എത്ര നല്ല കാര്യമാണ് ഇടതുപക്ഷം ചെയ്തത്. ശിവസേനക്കാരും RSSകാരും പാടാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ഗുലാം അലി എന്ന സംഗീതജ്ഞനെ കേരളത്തിൽ പാടാൻ ക്ഷണിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ പാടിപ്പിക്കുകയും ചെയ്തു. അവർ നല്ല കാര്യമാണ് ചെയ്തത്, അഭിനന്ദനീയമായ കാര്യമാണ്. എന്നാൽ പാകിസ്ഥാനിൽ മുസ്ലിം തീവ്രവാദികളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് മരണത്തിൻ്റെ വക്കിലെത്തിയിരുന്നൊരു പെൺകുട്ടിയുണ്ട്. 13 വയസ്സുള്ളപ്പോൾ ആക്രമിക്കപ്പെട്ട മലാല യൂസുഫ്സായി എന്ന പെൺകുട്ടി. ആ മലാല യൂസുഫ്സായിക്കാണ് പിൽക്കാലത്ത് നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത്. മലാല യൂസുഫ്സായി ചെയ്ത തെറ്റെന്തായിരുന്നു? പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടുന്നില്ല. വിദ്യാഭ്യാസം നൽകണം മുസ്ലിം പെൺകുട്ടികൾക്ക്. താലിബാൻ എന്ന തീവ്രവാദ പ്രസ്ഥാനം എതിർക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില ബ്ലോഗുകൾ എഴുതിയതിൻ്റെ പേരിലാണ് ഈ പാവപ്പെട്ട കുട്ടിയെ, 13 വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ചത്. ഗുലാം അലി എന്ന പാകിസ്ഥാനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ മലാല യൂസഫ്സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചില്ല. കാരണം എന്താ? ഗുലാം അലിക്കെതിരെ രംഗത്ത് വന്നത് ഹിന്ദു തീവ്രവാദികളാണെങ്കിൽ അവിടെ മലാല യൂസഫ്സായി ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളുടെ ഇരയ്ക്ക് വേണ്ടി നമ്മളാരും രംഗത്ത് വരില്ല. ഹിന്ദു തീവ്രവാദികളുടെ ഇരയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ രംഗത്ത് വരും എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഇതുപോലുള്ള സമീപനങ്ങൾ, നിലപാടുകൾ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ഗുണം ചെയ്യുന്നത് രണ്ട് കൂട്ടർക്കുമാണ്. തീവ്രവാദി, ഹിന്ദു തീവ്രവാദികൾക്കും മുസ്ലിം തീവ്രവാദികൾക്കും ഗുണം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവസാനമായി പറയാനുള്ളത്, രണ്ട് വർഗീയതകളും രണ്ട് തീവ്രവാദങ്ങളും രണ്ട് മൗലികവാദങ്ങളും ഒരുപോലെ എതിർക്കപ്പെടണം. കാരണം വർഗീയതകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ തീവ്രവാദങ്ങളെന്ന് പറയുന്നത് പരസ്പര പോഷകങ്ങളാണ്. ഒരു വർഗീയത നിലനിൽക്കുമ്പോഴാണ് മറ്റേ വർഗീയത വളരുന്നത്. അതിൻ്റെ തെളിവാണ് നേപ്പാൾ. ഇന്ത്യയിൽ എത്ര ശതമാനം ഹിന്ദുക്കളുണ്ട്? ഇന്ത്യയിൽ 80% ഹിന്ദുക്കൾ, 16-17% മുസ്ലിങ്ങൾ, 2.5% ക്രിസ്ത്യാനികൾ. അതൊക്കെയാണ് ഇന്ത്യയിലെ കണക്ക്. 80% ഹിന്ദുക്കൾ ഉള്ള ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയത, ഹിന്ദു വർഗീയത അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്നു. അധികാരത്തിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഭരിക്കുന്നു, 3 വർഷമായി. എന്നാൽ ഏതാണ്ട് 89% ഹിന്ദുക്കളുള്ള നേപ്പാളിൽ RSS ഇല്ല, വിശ്വ ഹിന്ദു പരിഷത്തില്ല, BJP പോലുള്ള പാർട്ടിയില്ല. ഇന്നേ വരെ അങ്ങനെയുള്ള ഒരു പാർട്ടി അവിടെ അധികാരത്തിലേറിയിട്ടില്ല.
89% ഹിന്ദുക്കളും 4.5% മുസ്ലിങ്ങളുമുള്ള 2-3% ബുദ്ധമതക്കാരുമുള്ള നേപ്പാൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, മാവോയിസ്റ്റുകളാണ്, ഹിന്ദുത്വവാദികളല്ല. ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുകയാണ് നേപ്പാൾ. എന്താ കാരണം? കാരണം അവിടെ ന്യൂനപക്ഷ വർഗീയതയില്ല. മുസ്ലിങ്ങൾ വർഗീയമായി സംഘടിച്ചിട്ടില്ല. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവരും വർഗീയമായി സംഘടിച്ചിട്ടില്ല. ബുദ്ധമത വിശ്വാസികളുണ്ട്, അവരും വർഗീയമായി സംഘടിച്ചിട്ടില്ല. അതുകൊണ്ട് ഹിന്ദുക്കളും വർഗീയമായി സംഘടിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ RSS ഇല്ലാത്തത്, അതുകൊണ്ടാണ് അവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഇല്ലാത്തത്, ശിവസേന ഇല്ലാത്തത്. അപ്പോൾ ഈ ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നതിൽ ന്യൂനപക്ഷ വർഗീയത പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇന്ത്യയിൽ ഒരിടത്തും ന്യൂനപക്ഷ വർഗീയതക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല ചില ആളുകൾ ഇപ്പോൾ വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈ സുനിൽ പി ഇളയിടം പോലുള്ള ആൾക്കാർ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഇതാണ്: ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും അത് രണ്ടിനെയും സാധൂകരിക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് വർഗീയതയെക്കുറിച്ച് പറയാൻ പാടില്ല. കാരണം ഇന്ത്യയിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ആ പ്രാസംഗ്യൻ പറയുന്നതാണ്, ഇന്ത്യയിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചരിത്രപരമായി അപരവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ ഇസ്ലാമിനെക്കുറിച്ചും എങ്ങനെയാണ് നമുക്ക് ചരിത്രപരമായി അപരവൽക്കരിക്കപ്പെട്ട പ്രതിഭാസമാണ് എന്ന് പറയാൻ കഴിയുക? 200% തെറ്റാണ്. നേരത്തെ സൂചിപ്പിച്ചു പോലെ ഏതാണ്ട് 7 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിം രാജവംശങ്ങൾ ഭരിച്ചു ഇന്ത്യയെ. ഇന്ത്യയിലെ വലിയൊരു ഭാഗത്തെ മുഗൾ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ അങ്ങോട്ടൊക്കെ വടക്കേ ഇന്ത്യയും ഒക്കെ ഭരിച്ചു 6-7 നൂറ്റാണ്ട് കാലം മുസ്ലിം രാജവംശങ്ങൾ നാട് ഭരിക്കുകയും അവരുടെ സംസ്കാരം, അവരുടെ ബാക്കി രാഷ്ട്രീയവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ നടപ്പാക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുള്ള മുസ്ലിം സമുദായവും അവരുടെ മതമായ ഇസ്ലാമും ഇന്ത്യയിൽ ചരിത്രപരമായി അപരവൽക്കരിക്കപ്പെട്ട പ്രതിഭാസമാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ അബദ്ധം മറ്റെന്താണുള്ളത്? സമകാലിക ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ചരിത്രപരമായ വേറെ കാരണങ്ങളുണ്ട്. എന്താ കാരണം? 1947 ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ ഏതാണ്ട് 30 കോടി. ഈ 30 കോടിയിൽ 10 കോടി മുസ്ലിങ്ങൾ. അതായത് 1947 വിഭജനത്തിൻ്റെ കാലത്ത്, വിഭജനം നടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 1/3 മുസ്ലിങ്ങളാണ്. ഈ 30 കോടിയിൽ 10 കോടിയായ മുസ്ലിങ്ങളിലെ 10 കോടിയിൽ 6 കോടി പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയപ്പോൾ 4 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അവശേഷിച്ചു. ആ 4 കോടിയാണ് ഇപ്പോൾ 16, 17, 18 കോടിയായിട്ട് വികസിച്ചത്. ഈ ഇന്ത്യയിൽ അവശേഷിച്ചവരാരാ? പാകിസ്ഥാനിലേക്ക് പോയത് അക്കാലത്തുണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിലെ വരേണ്യ വിഭാഗമാണ് ഏറിയ കൂടും. ജമീന്ദാർമാർ പോയി. അക്കാലത്തെ ഭരണവർഗത്തിൻ്റെ ഭാഗമായിരുന്നവർ, ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റു ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ളവരൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറുന്നത് ഏറിയ കൂടും. ഇന്ത്യയിൽ അവശേഷിച്ചത് സ്കംസ്, മുസ്ലിം സമുദായത്തിലെ താരതമ്യേന സാമ്പത്തികമായി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ അവശേഷിച്ചത്. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അങ്ങനെ അവശേഷിച്ച മുസ്ലിങ്ങൾ തന്നെ ആധുനിക വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കപ്പെട്ടു 1900 ആ കാലഘട്ടത്തിൽ. ഇപ്പോഴാണ് ഒരു 10-40 കൊല്ലമായിട്ടേ ഉള്ളൂ മുസ്ലിങ്ങൾ ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടാൻ മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമൊക്കെ അതൊന്നും പാടില്ല, ആധുനിക വിദ്യാഭ്യാസം പാടില്ല എന്ന് പിന്തിരിഞ്ഞു നിന്നു ആധുനിക വിദ്യാഭ്യാസത്തോട്. ഇതുകൊണ്ടൊക്കെയാണ് മുസ്ലിങ്ങളായത്. അത് നമ്മൾ പറയേണ്ടതാണ്. ഇപ്പോൾ ഈ ഡിസ്പാരിറ്റി എന്ന് പറയുന്നൊരു വിഷയം വരുമ്പോൾ എപ്പോഴും അത് ആരോപിക്കപ്പെടുക പുറത്തുനിന്ന് ആരോ അത് ചെയ്തു എന്നൊരു രീതിയിലാണത് വിലയിരുത്തപ്പെടുക. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അബദ്ധമാണ്. പുറത്തുനിന്നല്ല, അത് സ്വയം അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അത് അപരവൽക്കരിച്ചു കൊണ്ടേയിരിക്കുന്ന സ്വയം.
അങ്ങനെ ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹലാൽ വേണം, പർദ്ദ വേണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ നിയമങ്ങൾ, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇതൊക്കെ പറയുന്ന കാര്യം. ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളിങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇവിടെ 1930-കളിൽ ഈ സമസ്തയൊക്കെ ഇറക്കി വെച്ചിട്ടുള്ള കാര്യം അത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ മാളിയേക്കൽ മറിയമ്മയുടെ കഥയൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരു മുസ്ലിം വനിത അവരാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ കഥ നിങ്ങൾ ഓർത്താൽ മനസ്സിലാവും. അവർ സ്കൂളിൽ പോകുന്ന നേരത്ത് സമസ്തയുടെ വിലക്ക് ലംഘിച്ചിട്ട് പെൺകുട്ടികൾ വിദ്യാഭ്യാസം പോകരുത് എന്ന് പറയുന്ന ആ വിലക്ക് ലംഘിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ സമസ്ത കാക്കമാർ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ മറഞ്ഞു നിന്നിട്ട് ഇവർ പോകുന്ന വഴിയിൽ കാർക്കിച്ച് തുപ്പിയിടും. അവർക്ക് നേരെ തുപ്പുമായിരുന്നു, ആട്ടുമായിരുന്നു എന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ പണ്ട് ചർച്ച ചെയ്തതാണ്. സമസ്തയൊക്കെ ഫത്വ കൊടുത്തിട്ടുള്ളതാണ്. പെണ്ണുങ്ങൾ പഠിക്കാൻ പാടില്ല, അത് ഷറഹിന് വിപരീതമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കഥ. അപ്പോൾ വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. അത് പാടില്ല, ഞങ്ങൾക്കത് പാടില്ല, മതപരമായിട്ടത് പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞു നിന്ന് സ്വയം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കുറേ കാലം നിന്നിട്ടുള്ളൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. പിന്നീട് ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ ആ മാറ്റം സ്വയം ഉൾക്കൊണ്ട് അത് ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഇന്നിപ്പോൾ ഇതേ സമസ്ത തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തി കുട്ടികളെ ചാക്കിട്ട് പിടിച്ച് അതിലിപ്പോൾ വ്യാജ ടീച്ചർമാരെ വരെ വെച്ച് ശമ്പളം വരെ അടിച്ചു മാറ്റാനുള്ള വഴിയാക്കി ഇതിപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയൊരു വിവരം. ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. അത് ഒരു ഓഡിയോ കോളായിട്ട് നമുക്ക് ഇവിടെ വേറെ അപ്ലോഡ് ചെയ്യാം. ഒരു പാതി ഒരു കോയയാണ്, നല്ലൊരു മനുഷ്യൻ, നമുക്ക് വേറെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവിടെ വരെ എത്തി നിൽക്കുകയാണ്. എല്ലാത്തിലും ഒരു കച്ചവടക്കണ്ണും കള്ളത്തരം കാണിക്കാനുള്ള വഴിയും ആക്കി മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ആ നന്മയെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്ന വിഷയം വരുന്ന സമയത്ത് അത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കഴിയാറായി, 2 മിനിറ്റും കൂടിയുള്ളൂ. ഇന്ത്യയിൽ ചരിത്രപരമായി അപരവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും വിഭാഗമുണ്ടെങ്കിൽ അതാരാ? അത് ഹിന്ദുക്കൾക്കിടയിലെയും മുസ്ലിങ്ങൾക്കിടയിലെയും ക്രൈസ്തവർക്കിടയിലെയും ദളിതന്മാരാ. ഈ 3 വിഭാഗത്തിലുമുണ്ട് ദളിതന്മാർ. ഹിന്ദുക്കളിൽ മാത്രമല്ല ഉള്ളത്. ഈ പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ പറയുന്നവർ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുസ്ലിങ്ങളെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചു. ഒന്ന് അഷ്റഫുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അഷ്റഫുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ വരേണ്യ വിഭാഗം. ഇപ്പോൾ നമ്മുടെ തങ്ങൾ കുടുംബം മുസ്ലിങ്ങൾ സമുദായത്തിലെ കേരളത്തിലെ വരേണ്യ വിഭാഗമാണത്. അപ്പുറത്ത് വടക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ സമ്പന്ന വിഭാഗങ്ങൾ ധാരാളമുണ്ട്. അവരാണ് അഷ്റഫുകൾ. അജ്ലഫുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിലെ താഴ്ന്ന മധ്യവർഗം. അതിൻ്റെ താഴെയുള്ള അർസലുകൾ എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾക്കിടയിലെ ദളിതർ. എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്കിടയിലെ കീഴ്ജാതിക്കാളിൽ നിന്ന് മതം മാറി വന്ന കുറേ പേരുണ്ട് വടക്കേ ഇന്ത്യയിൽ. അവരിന്നും ഹിന്ദുക്കൾക്കിടയിലെ കീഴ്ജാതിക്കാരെ പോലെ തന്നെ ആയിത്വവും മറ്റെല്ലാ സാമൂഹിക ബഹിഷ്കരണവും അനുഭവിച്ചു വരുന്നവരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പീഡിതർ. അപ്പോൾ ഇന്ത്യയിൽ അപരവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കിടയിലെയും മുസ്ലിങ്ങൾക്കിടയിലെയും ക്രൈസ്തവർക്കിടയിലെയും സിഖുകാർക്കിടയിലെയും ദളിത വിഭാഗങ്ങളാണ്, അല്ലാതെ മുസ്ലിങ്ങൾ മൊത്തത്തിലല്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ആ വാദം ശരിയല്ല എന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നേപ്പാളിൽ ഹിന്ദു വർഗീയത ഇല്ല, കാരണം അവിടെ ന്യൂനപക്ഷ വർഗീയതയില്ല. ന്യൂനപക്ഷ വർഗീയതയുണ്ടെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയും തീർച്ചയായിട്ടും വളരും. നിങ്ങൾ വർഗീയത എതിർക്കുന്നുണ്ടെങ്കിൽ, മതമൗലികവാദത്തെയും മത തീവ്രവാദത്തെയും എതിർക്കുന്നുണ്ടെങ്കിൽ, ഒന്നിൻ്റെ വർഗീയതയെ, ഒരു സമുദായത്തിൻ്റെ തീവ്രവാദത്തെ, ഒരു സമുദായത്തിലെ മൗലികവാദത്തെ മാത്രം എതിർത്താൽ പോരാ. 2ൻ്റെയും മൗലികവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കേണ്ടതുണ്ട്. അതുപോലെ 2ലെയും വർഗീയതയെ എതിർക്കേണ്ടതുണ്ട്. അല്ലാത്തിടത്തോളം നമുക്ക് മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് അവസരം നൽകിയ സമ്മേളനത്തിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഓക്കെ, എന്തായാലും ഈ പ്രസംഗം ഇതാണ്. ഇനിയും സമയമെടുത്തൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് വീണ്ടും കാണാം. 5-8 വർഷം പഴക്കമുള്ള ഒരു 6 വർഷത്തോളം പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത് 2018 ആണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ RSS ഉണ്ടായി, എന്തുകൊണ്ട് നേപ്പാളിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ട് അവിടെ ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച് നാവെടുത്തില്ല. 2022 എൻ്റെ ഓർമ്മ. അവിടെ വലിയൊരു പ്രക്ഷോഭം നടക്കുകയായിരുന്നു അവിടുത്തെ ഹിന്ദു സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ.
അവിടെ തിരിച്ച് ഹിന്ദു ഭരണം വരണമെന്നും അതുപോലെ അവിടുത്തെ ഹിന്ദുക്കൾ സംഘടിച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2022. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ 4% മുസ്ലിങ്ങൾ. ആ 4% മുസ്ലിങ്ങൾ ഇച്ചിരി ഒന്ന് കൂടുകയും അതുകൂടാതെ അവരിൽ വലിയ തോതിലുള്ള വർഗീയ അതല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള സംഗതികളും ഈ ഇസ്ലാമിക ഭരണവും അവരുടെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും കൂടുതൽ കുത്തിയിറക്കാൻ തുടങ്ങിയപ്പോൾ ന്യൂനപക്ഷ വർഗീയത വർദ്ധിച്ചപ്പോൾ അവിടുത്തെയും ന്യൂനപക്ഷം വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഭൂരിപക്ഷം ഒരുമിക്കുകയും അവർ സംഘടിതരായിക്കൊണ്ട് തിരിച്ച് അതിന് വളം വെച്ച അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഇറക്കാനും അത് മതി, നിങ്ങൾ ഭരിച്ചത് മതി, ഇനി ഇത് തിരിച്ച് ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഹിന്ദുക്കൾ അവിടെ ഉദയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു തെളിവ് നമ്മുടെ അയൽവക്കത്ത് തന്നെ രണ്ടാമതും ഉണ്ടായി എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ മൊത്തം ചർച്ചയുടെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ഈ വലതുപക്ഷം എന്ന് പറയുന്ന സാധനം അത് ലോകത്ത് വളരുന്നു, വർദ്ധിക്കുന്നു. അതിനുള്ള തെളിവുകൾ എന്താണ്, അതിൻ്റെ കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള തെളിവുകൾ, ആ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാലാണ് ഈ വിഷയത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും, അങ്ങനെ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇവിടെ ആവർത്തിക്കാനും നമുക്ക് പറ്റുള്ളൂ. അത് ആവർത്തിക്കും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ആളുകൾ കാഫിർ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ചൊക്കെ വലിയ വിശദീകരണങ്ങളൊക്കെ നടത്തുകയും അത് ഭീതി വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുകയും ഖുർആനിലെ ആയത്തൊക്കെ അത് അന്നത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വെക്കുന്ന ചില കുൽസിത പ്രവൃത്തികളൊക്കെ നമുക്ക് കാണാനിടയായി. സാന്ദർഭികമായിട്ട് കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിച്ച് പോകുന്നത്, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ എന്താണോ അത്തരം ആയത്തുകൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് അത് അന്നത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുകയും ഇവിടുത്തെ RV ബാബുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ അത് കേട്ടിട്ട് ഭയം വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഭയമുണ്ട് എന്ന് പറയുമ്പോൾ, അത് നമ്മൾ ഭീതി വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ നേരെ വണ്ടി പിടിച്ച് പോയിട്ട് ഇന്നും ഇന്നലെയും അവിടെ നൈജീരിയയിൽ കാഫിറിനെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയും അവിടെ പാകിസ്ഥാനിൽ കാഫിറുകളായിട്ടുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തല്ലിക്കൊന്നിട്ടുണ്ട്. ഇന്നും ഇന്നലെയും ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും കൊന്നുകൊണ്ടിരിക്കുന്നു. അവരും ചെയ്യുന്നത് എന്താണ്? സമയം കൊടുക്കുന്നു, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. ആ സമയം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊന്നു തള്ളുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് അത് അക്കാലത്തേക്ക് യുദ്ധസന്ദർഭത്തിൽ കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് അവർ വെളുപ്പിക്കുന്നതിന് പകരം പുതിയ ഒരു പുട്ടി കൊടുത്തുകൊണ്ടൊന്നും അതിന് വെളുപ്പിക്കാൻ സാധിക്കില്ല. അത് ഭയമുണ്ടാക്കുന്ന സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലടക്കം അത്തരത്തിലുള്ള കാഫിറിനെ കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രം ഇവിടെ ഉണ്ട്. സമയം കൊടുത്തുകൊണ്ട് പോകാൻ അനുവദിച്ചുകൊണ്ട്, ഓ കാഫിർ, എന്താണ് ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, കാശ്മീർ വിട്ടു പോയിക്കോളൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കാഫിറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ വാക്ക് തന്നെ ഉപയോഗിച്ച് അവരെ പേരെടുത്ത് വിളിച്ചിട്ട് കാശ്മീരി പണ്ഡിറ്റുകളെ ഓടിച്ച് അവർ കൊന്നു തള്ളിയിരുന്ന കഥ, ആ ചരിത്രം അത് ഇന്ത്യയിലുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ടിട്ടുള്ള ആ വംശഹത്യ, ആ ഒരു ജനോസൈഡ് അതിവിടെ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ അത് സംഭവിച്ചൊരു നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ RV ബാബു മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഭയക്കുന്ന ആളുകളെ, അത് വീതി വ്യാപാരമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ആര് തന്നെയായാലും, ഏത് സ്വതന്ത്രചിന്തകനാണ് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് എടുത്താൽ പോകുന്ന പണി നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ മാറി നിൽക്കുക. ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്യുന്നവരെ അനുവദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഇതുപോലെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇന്ന് യൂറോപ്പ് നമുക്ക് തരുന്ന ആ പാഠം എന്ന് പറയുന്നത്. അവിടുത്തെ ഇടതുപക്ഷം വോക്കികൾ ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ പറയുന്ന ആളുകൾ മുഴുവൻ വീതി വ്യാപാരം നടത്തുന്നു, ഇസ്ലാമോഫോബ് ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുടെ സ്ഥാനം കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ തന്നെയായിരിക്കും. ലോകം എപ്പോഴും പുരോഗമിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ പുരോഗമിക്കാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ അതിന് തൊട്ട് മുന്നേ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് പല കാരണങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധമായാലും രണ്ടാം ലോക മഹായുദ്ധമായാലും ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതകളുടെ പിന്നിൽ ഒരു യുദ്ധമല്ല എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നിന്ന് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ആയിട്ടുള്ള ആശയങ്ങൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, മുസ്ലിങ്ങൾ നടത്തുന്ന പ്രവൃത്തികളാകുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അത് ഒളിപ്പിച്ച് വെച്ചാൽ അയ്യോ അവർക്ക് പേടിയാവും, അവർക്ക് നോവും എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കാനോ അതിനെ വെളുപ്പിക്കാൻ അവരെക്കാൾ ഉത്സാഹികളായിട്ട് മുന്നിൽ വന്ന് നിന്ന് അതിനുവേണ്ടി പണിയെടുക്കാനോ നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പണി നിർത്തുക, ആ യന്ത്രം ഓഫാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ സമാധാന ആ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഈ കാണുന്ന വലതുപക്ഷത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്. പക്ഷേ അത് എപ്പോഴും ഇന്ത്യയിലെ വലതുപക്ഷം പോലെ ആയിക്കൊള്ളണം എന്നില്ല. എന്ന് മാത്രമല്ല, ഇനി
കുറച്ചും കൂടി അങ്ങ് കഴിയുമ്പോൾ ലോകത്തുള്ള ആളുകൾ പറയും ഇവിടുത്തെ BJP ആണ് ഭേദം, ഇവിടുത്തെ RSS ആണ് ഭേദം എന്ന് പറയുന്ന കാലത്തിലേക്ക് വരിക. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് സ്വർഗം അത് ഇന്ത്യയാണ് എന്നും കൂടി ലോക മുസ്ലിങ്ങളടക്കം പറയുന്ന ഒരു കാഴ്ചയും ഇവിടെ സംഭവിക്കാനിരിക്കുകയാണ് ഞാനിതിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം അത് ഉൾക്കൊണ്ട് തന്നെ കാര്യങ്ങൾ കാണാൻ മുന്നോട്ട് വന്നാൽ പ്രശ്നത്തിനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവണമെന്ന് മാത്രമല്ല, ആ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കണം, അത് അക്നോളജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇവിടെ അതും സംഭവിക്കുന്നില്ല. ഇനി അത് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോൺ പറഞ്ഞ പോലെ ഓക്കെ അതിനുള്ള വഴി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ വലതുപക്ഷം മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാതെ ആ വിഷയത്തെ അംഗീകരിച്ചുകൊണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കൂട്ടായിട്ട് മുന്നോട്ട് വന്നു നിന്നാൽ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ കഴിയും. ലോകം സമാധാനത്തിലേക്ക് അടുക്കും, സമാധാനം ഇവിടെ ഉണ്ടാകും. മുൻകാലങ്ങളിൽ അങ്ങനെയാണ് ഇവിടെ സമാധാനം ഉണ്ടായിട്ടുള്ളത്, ഇനിയും അങ്ങനെ തന്നെയാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ അങ്ങ് ചൊവ്വേന്നോ അല്ലെങ്കിൽ മറ്റേ യുറാനസീന്നോ നമുക്ക് ഈ സമാധാനം ഇവിടേക്ക് പാഴ്സലാക്കാനുള്ള വഴിയൊന്നുമില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് പ്രായോഗികമായ രാഷ്ട്രീയം അത് നമ്മൾ കണ്ടെത്തുക, അതിനുള്ള വഴികൾ തുറന്നിടുക, മാറ്റങ്ങളെ ഉൾക്കൊണ്ട് വിഷയങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോംവഴി. അത് മനസ്സിലാക്കാനും ആ രീതിയിൽ മുന്നേറാനുള്ളൊരു അവസരമായിട്ട് ഈ വിഷയത്തെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രസംഗം നമ്മളുടെ ഹമീദ് ചന്ദമംഗലൂരിൻ്റെ പ്രസംഗം അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഇത് ചെയ്തത് നിങ്ങൾക്ക് കാണാം, വിശദമായിട്ട് കാണാം. യോജിപ്പുള്ള ഘട്ടങ്ങളുണ്ടാവും, വിയോജിപ്പുള്ളതുണ്ടാവും. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പല കാര്യങ്ങളും തിരുത്തലുകൾ പോലും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഉൾക്കൊണ്ട് അതിൽ ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുൾക്കൊണ്ടാൽ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാവുമെന്നും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഒന്നും നോക്കണ്ട, ഇടവും വലവും നോക്കാതെ ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലോ കുഫുവൻ അത് നേരെ അത് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബാക്കി മറ്റു ചില വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.